അപ്പൊ നമുക്കതിന്റെ 4-ാം ഭാഗത്തിലേക്ക് പോകാം. അപ്പൊ നമുക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ടായുള്ളൂ. ബഹുമാനപ്പെട്ട AP ഉസ്താദും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പറഞ്ഞത് ഒരേ വാക്കാണ്. പക്ഷെ ബാഹ്യമായി കാണുമ്പോ ഒരാള് കത്തൂല എന്ന് പറയുന്നു, മറ്റൊരാൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞത് ഈ കത്തൂല എന്ന് പറഞ്ഞതിന് എതിരല്ല. രണ്ടും ഒന്നാണ്. ഒന്ന് മുഅ്ജിസത്താണ് പറഞ്ഞത്, മറ്റൊന്ന് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്തൂല എന്ന് AP ഉസ്താദ് പറഞ്ഞതും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധമായി ചോദ്യകർത്താക്കളൊന്നും വന്നിട്ടുമില്ല. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ഇതിന്റെ 4-ാം ഭാഗം പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി, ആ 4-ാം ഭാഗത്ത് തങ്ങളവർകളെ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് നോക്കിയാൽ മതി. ചില മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ചില മുഅ്ജിസത്തുകൾ നിലനിന്നിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അദ്ദേഹം മീൻസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പേര് പറയാം, ഇനി അദ്ദേഹം എന്ന് പറയുന്ന ലമീർ അതിലേക്ക് മടക്കിയാൽ മതി. ഈ അബ്ദുസ്സലാം ബാഖവി എന്ന പേരിൽ അന്ന് സംവാദ വ്യവസ്ഥക്ക് വന്ന വ്യക്തി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ചില അസാധാരണ കാര്യങ്ങൾ നബിതങ്ങളിൽ നിന്നുണ്ടായത് അതെന്ത് ചെയ്തിട്ടുണ്ട്, വഫാത്തായതിന് ശേഷവും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന്, നിലനിന്നിട്ടുണ്ടല്ലോ എന്നതായിരുന്നു അദ്ദേഹം സമർത്ഥിക്കാൻ വേണ്ടി അതിൽ ശ്രമിച്ചത്. അതിൽ ഒന്ന് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ്, മറ്റൊന്ന് ഔന് ഉക്കാശ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തില് ബഹുമാനപ്പെട്ടവരുടെ വാള് പൊട്ടിപ്പോയപ്പോ ബഹുമാനപ്പെട്ടവര് നബിയോട് വന്ന് പറഞ്ഞു, നബിയെ പൊട്ടിപ്പോയി, ഇന്റെ വാള് പോയി നബിയെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് ഒരു പട്ടിക കഷ്ണം നാടൻ മലയാളം പറഞ്ഞു അതെടുത്ത് അങ്ങോട്ട് കൊടുത്തു. അത് സുന്ദരമായ ഒരു വാളായി മാറി. അതിന് ഔൻ എന്ന പേരും കൊടുത്തു. അതാണ് ആ വാള്. അതുപോലുള്ള 1-2-3 സംഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വരാം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ആ ഭാഗം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈന്തപ്പന മടല്, അങ്ങനെ അത് ഈന്തപ്പന മടലാണ് കൊടുത്തത്. ഓക്കെ, ഈന്തപ്പന മടല് വാളാക്കിയത് അതുപോലെ ഓക്കെ. ഏതായാലും തങ്ങൾ അത് പ്ലേ ചെയ്യിച്ചോളൂ, അതങ്ങനെ പോയിക്കോട്ടെ. കാരണം ആവർത്തിക്കേണ്ടി വരും. മൂപ്പര് പറഞ്ഞത് തന്നെ പല ഭാഷയിൽ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. തങ്ങളവർകൾ അത് ഇട്ടോളൂ. അസ്സലാമു അലൈക്കും. ആ ഭാഗമായിട്ട് പ്ലേ ചെയ്യിച്ചോളൂ. KICR നിന്നെ കൊന്ന് കൊല വിളിക്കുന്നുണ്ട് ജിഷാമായി, അവിടെ പോയിട്ട് നോക്കണ വഴിയോളി. ശ്രമിക്കുന്നിടത്തൊക്കെ വഹാബികൾ ഉണ്ടാവുകയല്ലേ ചെയ്തത്? കിതാബ് തിരിയുന്നതെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കിതാബ് തിരിയില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നവൻ അയാൾ പോയി പറഞ്ഞോടത്തൊക്കെ വഹാബികൾ ഉണ്ടാക്കിയല്ലേ അയാൾ ചെയ്തത്? നിങ്ങൾക്കൊരു ബഹുമാനവും നൽകാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നിങ്ങൾ കളവ് പറഞ്ഞവരാ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അതിന് വേണ്ടി റസൂലുള്ളാഹിയുടെ വ്യക്തിത്വത്തെ വികൃതമായി നിങ്ങളുടെ പത്രത്തിൽ എഴുതിയവരാണ്. നിങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. റസൂലുള്ളാഹിയെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക, ഇതാണ് ഈമാൻ. റസൂലുള്ളാഹിയെ കൊണ്ട് ഈ ജാതി തോന്നിയാട്ടുണ്ടാക്കുന്ന ആളുകളെ സ്നേഹിക്കുക. അവരോട് ഒരു നിലക്കും ഒരു അടിയറവ് പറയാൻ, ഒരു നിലക്കും എന്തെങ്കിലും വിട്ടുവിട്ട് ഞങ്ങൾ ഒരിക്കല്ല. പരുഷമായി ഞങ്ങൾ സമൂഹത്തിന് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കൈ നിർത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ സകലതും ഞങ്ങൾ കൊടുത്തെഴുതും. എന്താ മൗലവി നിങ്ങളീ പറഞ്ഞത്? എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് ശേഷം ഒരു പ്രത്യേകതയുമില്ലെന്ന് പറഞ്ഞ മൗലവി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വഫാത്തിന് ശേഷം മണ്ണിൽ വെച്ചാൽ മണ്ണ് തിന്നില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്. ഇതില്ലെന്നല്ലേ മൗലവി നിങ്ങളീ പറഞ്ഞത്? നിങ്ങൾ എന്തിന് തുന്നി പേര് നിൽക്കുന്നു? സക്കരിയയുടെ കൂടെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ജിസ്മെ മുഖദ്ദസ് അത് മണ്ണ് തിന്നൂല എന്ന് ഹദീസിൽ വന്നതാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാഇന്റെ തിരു ശരീരം അല്ലാഹു
ഭൂമിക്ക് അഥവാ മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു. ഇത് ഇല്ലാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് അടിച്ചാട്ടെ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ ശ്രോതാക്കളോടാണ്, നിങ്ങളൊന്ന് പ്രതികരിക്കണം. ഇവിടെ ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅ അതിന്റെ കൊടി കീഴിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഇല്ല എന്ന്? ഈ പാവം കരുതിയതെന്താ അറിയോ? അത് നബി തങ്ങളുടേത് മാത്രാണ് മണ്ണ് തിന്നാത്തെന്ന ഈ മനുഷ്യൻ കരുതിയത് അള്ളാന്റെ റസൂലിന്റെ തിരുശരീരം മാത്രമേ മണ്ണ് തിന്നാത്തതുള്ളൂ എന്നാ. തെറ്റി. മറ്റൊരൊറ്റ അംബിയാഇന്റെതും മണ്ണ് തിന്നൂല. മൊയ്ലിയാരെ പഠിക്ക്, മനസ്സിലാക്കി വെച്ചോളൂ. ഇന്നമാ ഹറമ ഇന്നല്ലാഹ ഹറമ അലൽ അർള് അജ്സാദൻ നബി എന്നല്ല, അജ്സാദൽ അംബിയാ ഔ ജസദി എന്നല്ല പറഞ്ഞത്, എന്റെ ശരീരം എന്നല്ല പറഞ്ഞത്. മനസ്സിലായില്ലേ? എല്ലാ അംബിയ, അപ്പൊ ലോകത്തുള്ള എല്ലാ അംബിയാക്കളുടെയും ശരീരം, മുർസലീങ്ങളുടെയും ശരീരം മണ്ണ് തിന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുശരീരത്തിന്റെ ഒരു ഭാഗം പാദംകാല്, അവിടെ മസ്ജിദുൻ നബവിയുടെ പണി നടക്കുന്ന സമയത്ത് ആ ചുമരിടിഞ്ഞു വീണപ്പോൾ പുറത്തേക്ക് വന്നു. ജനങ്ങളൊക്കെ പാടെ ബേജാറിലായി. റബ്ബേ, ഇത് റസൂലുള്ളാന്റേതാണോ, ഇത് നബിയുടേതാണോ, നബിന്റെ ആ പരിശുദ്ധമായ കാലിന്റെ ഭാഗമാണോ ഈ കാണുന്നത്? ആകെ ബേജാറിലായി. എല്ലാരും ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോഴാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് പറയുന്നത്? ഇത് ബഹുമാനപ്പെട്ട റസൂൽ തിരുമേനിയുടേതല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റേതാണ്. അല്ലേ? ഇത് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പൊ നബിയുടേത് മാത്രമല്ല, ബഹുമാന്യന്മാരായ സഹാബത്തിൻ്റെതടക്കമുള്ള ബഹുമാന്യന്മാരായ സാലിഹീങ്ങളുടേതും ആരിഫീങ്ങളുടേതും ഒന്നും ശരിക്കും ചിന്തിക്കാം. തിരുശരീരം മണ്ണ് തിന്നൂല. ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോചിതത്താത് നിങ്ങൾ ചിന്തിക്ക്. ഈ മൊയ്ലിയാർ വിചാരിച്ച് മരണപ്പെട്ട ശേഷം, വഫാത്തിന് ശേഷം തിരുശരീരം മണ്ണ് തിന്നാതിരിക്കൽ മോചിതത്താവുന്ന. നിങ്ങൾ ആരാ അത് പഠിപ്പിച്ചത്? തിരുശരീരം മണ്ണ് തിന്നാതിരിക്കുക എന്നത് മുഅ്ജിസത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, മറിച്ച് അത് അല്ലാഹു അംബിയാഇന്റെ ശരീരത്തിന് കൊടുത്ത കറാമത്താണ്, ബഹുമാനമാണ്. അത് മനസ്സിലാക്കണം നിങ്ങള്. അത് അംബിയാഇന്റെ ശരീരത്തിന് കൊടുത്ത, അല്ലാഹു കൊടുത്ത ബഹുമാനമാണ്. അത് കറാമത്താണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാന സൂചകമായി കൊടുക്കുന്ന കാര്യം. ആ പ്രത്യേകത അതാണ് കണ്ടത്. അത് ഉമർ ഇബ്നുൽ ഖത്താബിനും ഉണ്ട് മൊയ്ലിയാര്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മോചിതത്വം നിലനിൽക്കുന്നുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് അത് കറാമത്താണ്. മറിച്ച് മോചിതത്വമാകണമെങ്കിൽ എന്തു വേണം? അത് ഒരു നിഷേധിയുടെ മുമ്പിൽ അവന്റെ വെല്ലുവിളിക്കുത്തരമായി കാണിക്കപ്പെടുന്ന അമാനുഷിക കഴിവായിരിക്കണം. അതിന് മൊയ്ലിയാര് ശരിക്ക് കിതാബ് ഓതണം. എന്താണ് ബഹുമാന്യന്മാരായ ഉലമാ മുഅ്ജിസത്തിന്റെ താരീഫ് പറഞ്ഞത്? പച്ച മലയാളത്തിൽ പറയാം. ഇപ്പൊ എനിക്ക് കിതാബിലേക്കൊന്നും പോകണ്ടില്ലല്ലോ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നുബുവത്ത് വാദിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു നിഷേധിയുടെ നിഷേധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു വെളിപ്പെടുത്തുന്ന അമാനുഷികമായ കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. അപ്പൊ ഒരു നിഷേധിയുടെ നിഷേധത്തെ പരാജയപ്പെടുത്താനായിരിക്കണം മുഅ്ജിസത്ത്. മനസ്സിലായില്ലേ? അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. ഇത് അള്ളാന്റെ റസൂലിന്റെ തിരുശരീരം മണ്ണ് തിന്നാതിരിക്കുക എന്നത് ഒരു നിഷേധിയുടെ നിഷേധം പരാജയപ്പെടുത്താനുള്ളതല്ല. ആളുകളെല്ലാം നിഷേധിച്ചാലും ആരും നിഷേധിക്കാത്തവരുണ്ടായിരുന്നാലും ശരി, അള്ളാന്റെ റസൂലിന്റെ തിരുജിസ്മേ മുഖദ്ദസ് ഒരു കാലത്തും മണ്ണ് എന്നല്ല ഒന്നും തിന്നുകയില്ല. ഇത് റസൂലുള്ളാഹിക്കുള്ള മുഅ്ജിസത്ത് എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ചത് കറാമത്ത്, ആ ബഹുമാനം എന്ന അടിസ്ഥാനത്തിലാണ് അള്ളാഹ് നൽകുന്നത്. ഇത് തിരിയാൻ ഇപ്പൊ എന്താ വേണ്ടത്? പൊന്മോസ്താദ് പറഞ്ഞ എന്താ? മുഅ്ജിസത്ത് നിലനിൽക്കുന്നില്ല എന്നാണ്. ഏതല്ലാത്ത മുഅ്ജിസത്ത്? പരിശുദ്ധമായ ഖുർആനു ശരീഫ് അല്ലാത്ത മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഇത് കറാമത്താണ് മൊയ്ലിയാരെ, അത് മനസ്സിലാക്കിക്കോ. അപ്പൊ പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ വേറൊരു ചോദ്യം സ്വാഭാവികമാണ്. ഈ പറയുന്ന വിഷയം എല്ലായിടത്തും വെക്കേണ്ടതാണ്. ഏത്?
ചില ഇമാമിങ്ങളും ചില പണ്ഡിതന്മാരുമെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ കയ്യിന്റെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വനബഅ മിൻ ബൈനി അസാബിഹിൽ മാ, നബി തങ്ങളുടെ കയ്യിന്റെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിച്ചു. വെള്ളം ഉറവയായി പൊട്ടി ഒലിക്കുകയാണ്. അതെപ്പോഴാണ് നടന്നത് ഒരാളും എതിർത്ത സമയത്തല്ല, ഒരു സത്യം ബോധ്യപ്പെടുത്താനുള്ള സമയത്തല്ല. സഹാബാ കിറാം വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന്, നബിയെ വെള്ളം ഇല്ലല്ലോ, ആകെ വെള്ളമില്ല. അപ്പൊ നബി പാത്രത്തിലേക്ക് കയ്യങ്ങ് വെച്ച് കയ്യിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുക. ഇതിനെക്കുറിച്ച് അതുപോലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ ഇമാമിങ്ങളിൽ ചിലരൊക്കെ മുഅ്ജിസത്ത് എന്ന് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഞാൻ മെനഞ്ഞാന്ന് പറഞ്ഞിരുന്നു റദ്ദുൽ ഹമവിയ, അതിലെ മഹാനവറുകൾ തന്നെ വിശദീകരിക്കുന്നത് കാണാം. എന്ത്? അങ്ങനെ പല ഇമാമിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത് മിൻ ബാബി തസാമുഹി, അത് തസാമുഹിന്റെ ബാബിലാണ്. അതൊരു പ്രത്യേകമായ കാര്യം, ഒരു അമാനുഷിക കാര്യം എന്നുള്ള അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അല്ലാതെ ബഹുമാന്യന്മാരായ ഇമാമിങ്ങളുടെ അടുക്കലുള്ള സാങ്കേതികമായ അർത്ഥത്തിലുള്ള മുഅ്ജിസത്ത് എന്ന പ്രയോഗമല്ല നടത്തിയത്. മറിച്ച് ഒരു പ്രത്യേക കാര്യം, അമാനുഷിക കാര്യം എന്ന അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ തസാമുഹിന്റെ ബാബിൽ പ്രയോഗിച്ചതാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചത് കാണാം. അതുപോലെ തന്നെ അത് തനാസുഇന്റെ ബാബിൽ ഒരാളെ വിമർശിക്കുന്ന സമയത്ത് അത് രേഖയായി തനാസുഇന്റെ ബാബിൽ ഉദ്ധരിക്കാൻ കഴിയില്ല മൊയ്ലിയാരെ, മനസ്സിലാക്കിക്കോളൂ. അത് തസാമുഹിന്റെ ബാബിലുള്ളതാണ്, അത് തനാസുഇന്റെ ബാബിൽ രേഖയാക്കാൻ പറ്റിയതല്ല. അപ്പൊ മനസ്സിലായില്ലേ? ഒന്നാമത് മൂപ്പര് കൊണ്ടുവന്ന മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ് മൂപ്പര് ഉദ്ധരിച്ച റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്ന മുഅ്ജിസത്താണെന്ന് മൂപ്പര് വിശ്വസിക്കുന്ന കാര്യമാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം ഖിയാമത്ത് നാൾ വരെ കേടുകൂടാതെ നിലനിൽക്കുക എന്നത്. മൂല്യാരെ, അത് മുഅ്ജിസത്ത് അല്ല, അള്ളാഹ് നൽകുന്ന കറാമത്താണ്. അത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, മറ്റുള്ള അമ്പിയാക്കൾക്കെല്ലാം ഉണ്ട്. എന്നാൽ മുഅ്ജിസത്തില്ലാത്ത ഔലിയാക്കൾക്കും സാലിഹീങ്ങൾക്കും സഹാബത്തിനും ആ സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഅ്ജിസത്താണെന്ന് പറയാൻ നിർവാഹമില്ല. മറിച്ച് അത് എന്തു മാത്രമാണ്? അള്ളാഹു നൽകിയ മഹാരഥന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി, അംബിയാഇനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി റബ്ബ് നൽകിയിട്ടുള്ള മുഅ്ജിസത്തല്ലത് കറാമത്താകുന്നു. മനസ്സിലാക്കിക്കോളൂ, അത് കറാമത്താണ്. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് പറഞ്ഞത് മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല എന്നാണ്, ഇത് കറാമത്താകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിപ്പോ എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോ അടിച്ചോളൂ. നോ, മനസ്സിലാവാത്തവരിൽ നിന്ന് നോ അടിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? മാഷാ അല്ലാഹ്. നോ, ഒരു അബൂ തമീമാണ് നോ അടിച്ചിട്ടുള്ളത്. ഓക്കെ, അബൂ തമീം നിങ്ങളെ കയ്യിൽ മൈക്കുണ്ടോ? പ്രിയ സുഹൃത്ത് അബൂ തമീം, കാരണം ഇതെല്ലാവർക്കും മനസ്സിലാക്കി തരിക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഇപ്പോ അബൂ തമീമിന്റെ കയ്യിൽ മൈക്കുണ്ടോ? ചിലപ്പോൾ മൈക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ, അബൂ തമീം ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത്, പുരുഷനാണെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോളൂ. ആ ഐഡിക്ക് പിന്നിൽ പുരുഷനാണ് ഉള്ളത് എങ്കിൽ സുഹൃത്തൊന്ന് റൈസ് ഹാൻഡ് ചെയ്തോളൂ. സുഹൃത്തിന്റെ സംശയം ചോദിച്ചോളൂ. നല്ല ബുദ്ധിയോടുകൂടെ നല്ല നിഷ്പക്ഷമായ രൂപത്തിൽ സുഹൃത്തിന് ചോദിക്കാം. അബൂ തമീം ഒന്ന് മൈക്കെടുത്തോളൂ. അബൂ തമീം മൈക്കെടുത്ത് സുഹൃത്തിന്റെ സംശയം എന്താണ് ഞാൻ ആ പറഞ്ഞതിൽ മനസ്സിലാവാത്തത് സുഹൃത്ത് ചോദിച്ചോളൂ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങള് കേട്ടില്ലേ? എല്ലാരും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? അബൂ തമീം എന്നുള്ള ഐഡി മറ്റേതൊരു റൂമിലെ ഒരു അഡ്മിൻ ആണോ എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരാണെന്ന് അറിയോ അദ്ദേഹത്തെ? വഹാബി റൂമിലെ അല്ലേ? അതെ, വഹാബി റൂമിലെ.
എന്താണെങ്കിലും അബുത്തമീം ഇപ്പൊ ഇവിടെ കേട്ട സൗണ്ട് ഉണ്ടല്ലോ, നിങ്ങളിപ്പോ മൈക്കെടുത്തപ്പോ കേട്ട സൗണ്ട്, നിങ്ങളെ പിന്നെ അബ്ദുസലാം സുല്ലമി പറഞ്ഞതനുസരിച്ച് ഉളു മുറിയാനുള്ള സൗണ്ട് അതിനുണ്ടായിരുന്നു കേട്ടോ. ഉളു മുറിയാൻ ഈ സൗണ്ടൊക്കെ മതിയാവും തോന്നുന്നുണ്ട്. മുപ്പര് പറഞ്ഞിട്ടുണ്ട് ചെറിയ ഒച്ച ഒന്നും ഉണ്ടായ ഉളു മുറിയില്ല എന്നാണല്ലോ. അപ്പൊ നിങ്ങൾ മൈക്കെടുത്തപ്പോ കേട്ട സൗണ്ട് അദ്ദേഹത്തിന്റെ മദ്ഹബ് അനുസരിച്ചും ഉളു മുറിയും. പക്ഷെ ഞങ്ങൾക്ക് ചോദ്യമൊന്നും കേട്ടിട്ടില്ല കേട്ടാ. ചോദ്യങ്ങൾ ആരെയും കേട്ടോ സുഹൃത്തുക്കളെ? ഞാനത് വെറുതെ പറഞ്ഞല്ല, ചെറിയ സൗണ്ട് ഒന്നും ഉണ്ടായാൽ ഉളു മുറിയില്ല എന്നാണ് വഹാബിന്റെ വാദേ. ഇപ്പൊ മൂപ്പര ഈ സൗണ്ട് ഇത്രയൊക്കെ സൗണ്ട് ഉണ്ടാവുള്ളൂ മുറിയേർക്കും ഇല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ ഒരു ഒന്നു മുറിയണ സൗണ്ടാ ഞങ്ങൾ കേട്ടത് കേട്ടാ. ഓക്കെ, ഏതായാലും പയ്യോളിസ മൈക്ക് എടുത്തോളി, മൂപ്പർക്ക് സൗണ്ട് ഇല്ല, ഞാൻ മൈക്ക് കിട്ടും. അപ്പോ ചിലപ്പോ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിക്കാം. ചിലപ്പോ ഉസ്താദെ അതിന് പിന്നെ വല്ല ലൂസ് കണക്ഷനോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഒന്നും കൂടി ഞാൻ പറയാം, ഏതായാലും തിരിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. റഫ്ഉൽ മലാം അൻ അഇമ്മത്തിൽ അഅ്ലാം ഒരു കിതാബ് തന്നെ ആര് രചിച്ചിട്ടുണ്ട്? അത് കിതാബിന്റെ ഗ്രന്ഥകർത്താവിന്റെ പേരെന്താ നിങ്ങൾക്ക് അറിയാവോ? റഫ്ഉൽ മലാമിന്റെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചോളി. ഇടക്കിടക്ക് അങ്ങനത്തെ ഓരോന്നെങ്കിലും പഠിച്ചു വെക്കണ്ട നമ്മള്. അല്ല ഉസ്താദുമാരോടല്ല കേട്ടോ, ഉസ്താദുമാരല്ല. അത് തന്നെ ഇബ്നു തൈമിയ്യ. എന്താ കാരണം? ഇമാമിങ്ങള് ഉലമാക്കള് അവർക്ക് എതിരെ ഉള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് മൂപ്പര് അതിനു വേണ്ടി ഒരു കിതാബ് തന്നെ രചിച്ചത്. അതുപോട്ടെ, ഞാൻ അതിലേക്കല്ല പോണേ. അപ്പൊ ഈ മഹാന്മാരായ മഹാന്മാരായ ഉലമാന്റെ പേരിലുള്ള ആരോപണം അത് നിർബന്ധമായും ക്ലിയർ ചെയ്യപ്പെടേണ്ടതാണ്. നിർബന്ധമാണത്, അത് നിർബന്ധമാണ്. അതിൽ ഞാൻ അങ്ങേയറ്റം ഉറച്ചു വിശ്വസിക്കുന്നു. അത് നിർബന്ധ. കാരണം അതിൽ ഒരാൾക്കൊരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ തീർത്തു തരണം. അതുകൊണ്ട് തന്നെയാണ് അത് തീർക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഉദ്ധരിച്ച ഒരു രേഖ, ഇവിടെ ആ സഹോദരൻ ഉദ്ധരിച്ച ഒരു രേഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് വഫാത്തിന് ശേഷവും മുഅ്ജിസത്ത് നിലനിൽക്കും, അത് ഖിയാമത്ത് നാളോളം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഒരു രേഖ. റസൂലുള്ളാന്റെ തിരുശരീരം വഫാത്തിന് ശേഷം മണ്ണ് തിന്നൂല, മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ട് എന്നതാണ്. അത് നബിക്ക് മാത്രമുള്ള മുഅ്ജിസത്താണോ? ആണോ സുഹൃത്തുക്കളെ? ആണോ? നബിക്ക് മാത്രമുള്ള മുഅ്ജിസത്താണോ? ആണോ? അല്ല. കാരണം മറ്റെല്ലാ അമ്പിയാക്കൾക്കും അതുണ്ട്. വഫാത്തിന് ശേഷം മണ്ണ് തിന്നാതിരിക്കുക എന്നത് നബിക്ക് മാത്രമുള്ള മുഅ്ജിസത്തല്ല, മറ്റെല്ലാ അമ്പിയാനും അതുണ്ട്. ഇനി അത് മുഅ്ജിസത്താണോ? അതും അല്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അതുണ്ട് എന്ന് ബുഖാരിയിലുണ്ട്. അപ്പൊ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് മുഅ്ജിസത്താ? അല്ല. എന്തുകൊണ്ടല്ല? ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുദ്ദഇ നുബുവത്തല്ല, നുബുവത്ത് വാദിച്ച ആളല്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ നബിയല്ല. അതുകൊണ്ട് തന്നെ അത് എന്തല്ല? മുഅ്ജിസത്തിന്റെ ബാബിൽ പെടുന്നതല്ല, അത് കറാമത്തിന്റെ ബാബിൽ മഹാന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ ശരീരത്തിന് നൽകുന്ന ഒരു കറാമത്ത്, പ്രത്യേകത, ബഹുമാനമാണത്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞത് മുഅ്ജിസത്ത് നിലനിൽക്കുന്നില്ല എന്നാണ്, കറാമത്ത് നിലനിൽക്കുന്നില്ല എന്നല്ല. മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാത്തവ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയില്ല എന്നാണ്, കറാമത്ത് നിലനിൽക്കുകയില്ല എന്നല്ല. കറാമത്ത് നിലനിൽക്കുകയില്ല എന്നാണ് പറഞ്ഞത് എങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് തെറ്റായി പോകുമായിരുന്നു. എന്നാൽ ആ പണ്ഡിത കേസരി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 4 മദ്ഹബിൽ ഒരുപോലെ ഫത്വ കൊടുക്കാൻ കെൽപ്പുള്ള പണ്ഡിതൻ, ആ പണ്ഡിത കേസരി പറഞ്ഞത് വളരെ ബോധപൂർവവും ഹക്കായ കലാമുമാണ്. മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല എന്നാണ്, കറാമത്ത് നിലനിൽക്കുകയില്ല എന്നല്ല. ഈ നിലനിന്നത് മുഅ്ജിസത്ത് അല്ല, ഇത് കറാമത്ത് ആണ്. അല്ലാഹു തആല എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ എല്ലാവരും ശരിക്കും പഠിക്കണം. ഇനി വിവരക്കേട് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ ഈ വിവരം അദ്ദേഹത്തിന്
ഇപ്പൊ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന് ഷെയർ ചെയ്യുകയും അദ്ദേഹത്തിന്റെ തെറ്റായ ധാരണ അദ്ദേഹം തിരുത്തുകയും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ വിഭാഗം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവർ പാശ്ചാത്തപിച്ച് മടങ്ങുകയും വേണം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട KCS തങ്ങൾ വീണ്ടും മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹനീഫക്കാരെ കുറിക്കാറില്ലാത്ത പ്രശ്നം കണ്ടു പോയിക്കോ. ഇന്ന് മിനഫ്ദലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ് എന്ന് പറയുന്ന റസൂൽ പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ ധാരാളം സലാത്ത് ചെല്ലണം, നിങ്ങളുടെ സലാത്ത് എന്റെ പേര് ഒഴിവാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുക, ഇങ്ങനൊരു ഹദീസുണ്ട് പോലെ, ഇങ്ങനൊരു ഹദീസുണ്ട്, ഇങ്ങനെ ഒരുപാട് ഹദീസുണ്ട്. അപ്പൊ പറയാണ്, സഹാബത്ത് ചോദിക്കുകയാണ് അതെങ്ങനെ ഒഴിവാക്കുക? തങ്ങൾ ലഭിച്ചു പോയിട്ടുണ്ടാവില്ലേ, പിന്നെങ്ങനെയാണ് തങ്ങളുടെ ഞങ്ങളുടെ സലാത്ത് ഒഴിവാക്കാൻ ചോദിച്ചപ്പോൾ അമ്പിയാക്കളുടെ ജസദ് ശരീരം തിന്നില്ല. റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ് മൗലവി. വഫാത്തിന്റെ ശേഷമുള്ള പ്രത്യേകതയാണ് മൗലവി. വഫാത്തിന്റെ ശേഷമുള്ള പ്രത്യേകതയാണ്. അല്ലാഹു കൊടുത്ത ആഗ്രഹമായ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന് ശേഷം നിൽക്കുന്ന ഖുസൂസിയത്താണ്. വഫാത്തിന്റെ ശേഷം ഒന്നും നിലനിൽക്കില്ലെന്ന് പറഞ്ഞ മൗലവി ഇതിനെ നിങ്ങൾ നിഷേധിക്കുകയല്ലേ ചെയ്തത്? മാത്രമല്ല ആ രീതിയിൽ തന്നെ രണ്ടാമത്തൊരു വിഷയത്ത് കൂടി പറയുന്നു, നിങ്ങളുടെ സലാത്ത് ഒഴിവാക്കപ്പെടും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് റസൂലുള്ളാഹിയുടെ സലാത്ത് ചെല്ലിയാലും അതവിടെ എത്തിക്കപ്പെടും. റസൂലുള്ള സലാം മടക്കും. ഇത് സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തല്ലേ മൗലവി, റസൂലുള്ളാഹിയുടെ പ്രത്യേകതയല്ലേ മൗലവി. ഏത് ദൈവബന്ധത്തും നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ പറയരുത്. ഇത്തരം ദൈവബന്ധത്തും സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾ വേറെ പേരിൽ പറഞ്ഞു. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് സംസാരിക്കും, നിങ്ങളോട് എന്നെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കും, നിങ്ങൾ എന്നോടും സംസാരിക്കും. എന്നാൽ എന്റെ മരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ചു തരും. എന്നാൽ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നു. എന്റെ കാരണം തുടർന്നു അലയ്യാമാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ ഒഴിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ ഒഴിവാക്കപ്പെടും. നിങ്ങൾ നല്ലത് ചെയ്താൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, ഷെർ ചെയ്യുന്നത് കണ്ടാൽ ഞാൻ പൊറുക്കലിനെ തേടും നിങ്ങൾക്ക് വേണ്ടി. ഇത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഈ സുന്നിപ്പേരുള്ള സംഘടന എന്തുകൊണ്ട് ഇതൊന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉണ്ടാതിരിക്കുന്നു? ഇങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ലെന്നല്ല നിങ്ങളുടെ മുക്തി പറഞ്ഞത്. നിങ്ങളുടെ അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് കളവാണ് ഉസ്താദേ, അത് കളവാണ്. ഒരു പ്രത്യേകതയും ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഇമാമിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നാഴികക്ക് 40 വട്ടം ഈ കളവ്, ഈ ഗീബൽസിയം സിദ്ധാന്തം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല എന്നാണ്, പ്രത്യേകത നിലനിൽക്കുകയില്ല എന്നല്ല. മറിച്ച് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കുന്നു. നബി തങ്ങൾ മാത്രമേ സലാം മടക്കുള്ളൂ, വേറെ ആരും മടക്കൂലേ? നബി തങ്ങളുടെ സലാം മടക്കൽ നമുക്ക് കൂടുതൽ പവറാണ്. റസൂലുള്ള നമുക്ക് സലാം മടക്കിയ മാഷാ അല്ലാഹ്. അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നമ്മൾ സലാം ചൊല്ലിയ സലാം മടക്കൂല? സലാം മടക്കൂലേ? ബഹുമാന്യന്മാരായ സാലിഹീങ്ങള്, ബഹുമാനപ്പെട്ട ആലിമീങ്ങള്, ബഹുമാനപ്പെട്ട ആരിഫീങ്ങള്, ബഹുമാനപ്പെട്ട ഔലിയാക്കള്, അവരൊക്കെ സലാം പറഞ്ഞ സലാം മടക്കൂല? നിങ്ങളെ വിശ്വാസം അതാണോ? നിങ്ങള് ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ മഖ്ബറയിലേക്ക് പോകുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ CM വലിയുള്ളാഹി സലാം മടക്കുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? സുന്നികൾ വിശ്വസിക്കുന്നത് മടക്കുമെന്നാണ്. എന്താ സുന്നികൾ വിശ്വസിക്കുന്നത് മടക്കുമെന്നാണ്. അത് മുഅ്ജിസത്താണോ മൗലിയാരെ? മുഅ്ജിസത്തല്ല, പിന്നെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു കറാമത്താണ്. ബഹുമാനപ്പെട്ട
റസൂലുള്ളാഹി തങ്ങളും സഹാബ കിറാമും അതുപോലെ മുഴുവൻ സാലിഹീങ്ങളും സലാം അടക്കുന്നുണ്ട്. അത് മുഅ്ജിസത്തല്ല മുസ്ലിയാരെ. കാരണം മുഅ്ജിസത്തിന്റെ തഅരീഫിന്റെ അണ്ടറിൽ അത് വരില്ല, അതിന്റെ നിർവചനത്തിന്റെ ഉള്ളിൽ അത് വരില്ല. കാരണം മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിരോധിയുടെ വിരോധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അംബിയാഇന്റെ കരങ്ങളിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അമാനുഷിക കഴിവാണ്. ഇതൊന്നും അംബിയാഇന്റെ അമാനുഷിക കഴിവാണെങ്കിൽ തന്നെ അത് എന്തല്ല, ഒരു വിരോധിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ മുഅ്ജിസത്ത് അല്ല. മഹാന്മാരായ അംബിയാഇനും ഔലിയാഇനുമൊക്കെ അള്ളാഹു കൊടുത്ത കറാമത്താണ്. അപ്പൊ ആരും ഇതിനെ നിഷേധിച്ചിട്ടില്ല. മറിച്ച് ഉസ്താദ് പറഞ്ഞത് മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല എന്നാണ്, കറാമത്ത് മുറിഞ്ഞു പോകും എന്നല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉസ്താദെ ഇങ്ങനെ ആട്ടിനെ പട്ടിയാക്കല്ല. ഉസ്താദ് പറഞ്ഞതൊന്ന്, ഉസ്താദ് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതിന് ദലീല് കൊണ്ടുവരികയാണ്. നിങ്ങളിത് മുജാഹിദീങ്ങളോട് പറയണം, അവരാണ് കറാമത്തിന്റെ നിഷേധികള്. അള്ളാന്റെ അമ്പിയാക്കൾക്കും അള്ളാന്റെ ഔലിയാക്കൾക്കും വഫാത്തോട് കൂടെ കറാമത്ത് മുറിയുമെന്ന വഹാബികൾക്കാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നാൽ സുന്നികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അംബിയാഇന്റെയും ഔലിയാഇന്റെയും കറാമത്ത് ഖിയാമത്ത് നാളോളം നിലനിൽക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നികള്. മനസ്സിലായില്ലേ? ആ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഉദാഹരണങ്ങൾ അത്രയും കറാമത്തുകളാണ്. അത് അംബിയാഇനും ഔലിയാഇനും റബ്ബ് തആല അവരെ ബഹുമാനിച്ച് നൽകുന്ന പ്രത്യേകമായ ബഹുമാനമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ബഹുമാനാന്ന്, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ബഹുമാനമാണ്. അവരെ ബഹുമാനിച്ച് അള്ളാഹ് നൽകുന്ന ബഹുമാനമാണ്. എന്നിട്ട് നിങ്ങൾ പറയാ മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് സഹോദര അവരെ ബഹുമാനിച്ച് അള്ളാഹ് നൽകുന്നത് എന്നല്ല അതിന്റെ താരീഫ്. അതിന്റെ താരീഫ്, മുഅ്ജിസത്തിന്റെ താരീഫ് അള്ളാഹു ബഹുമാനിച്ചുകൊണ്ട് അമ്പിയാക്കൾക്ക് നൽകുന്നതാണ് എന്നാ നിങ്ങളോട് ആരാ ഇത് പറഞ്ഞത്? മറിച്ച് അത് ഔലിയാ ഇന്ന റബ്ബ് നൽകുന്ന ബഹുമാനമാണ്, അംബിയ ഇന്ന റബ്ബ് നൽകുന്ന ബഹുമാനമാണ്. അതിന്റെ പേരാണ് കറാമത്ത് എന്നത്. അതുകൊണ്ട് തന്നെ കറാമത്ത് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, അതിന് പ്രതികരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ തിരുശരീരം മണ്ണ് തിന്നൂല, മറ്റ് അമ്പിയാക്കളുടെ തിരുശരീരം മണ്ണ് തിന്നൂല, സാലിഹീങ്ങളുടെ തിരുശരീരവും മണ്ണ് തിന്നൂല, ഒന്നും മണ്ണ് തിന്നൂല. എന്തേ കാരണം? അത് അള്ളാഹു അവർക്ക് കൊടുത്ത ബഹുമാനമാണ്, അവർക്ക് കൊടുത്ത കറാമത്താണ്, അല്ലാതെ അത് മുഅ്ജിസത്തിന്റെ അണ്ടറിൽ വരുന്നതല്ല. പിന്നെ മനസ്സിലാക്കണം, ചില ഇമാമിങ്ങളൊക്കെ ഇതിന് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏതർത്ഥത്തിലാണ്? അത് മറ്റൊരാൾക്കും കൊടുക്കാത്ത, സാധാരണക്കാർക്ക് കൊടുക്കാത്ത കാര്യം അഥവാ അമാനുഷിക കാര്യം എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതാണ് അഹ്മദുൽ ഹമവി റഹിമഹുല്ല, ഞാൻ നേരത്തെ ഉദ്ധരിച്ചു ഗ്രന്ഥം അല്ലെ, റദ്ദുൽ ഹമവിയയിൽ അത് പറഞ്ഞിട്ടുണ്ട്. തസാമുഹിന്റെ ബാബിലാണ്, തനാസുഇന്റെ ബാബിൽ അത് രേഖയായി ഉദ്ധരിക്കാൻ പറ്റൂല. ഞാൻ മൈക്ക് വിടുന്നു, തങ്ങൾ വീണ്ടും മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. സംഘത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത് എന്ത് സുന്നി സംഘമാണോ നിങ്ങളുടേത്? വഫാത്തിന്റെ ശേഷം ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറയുന്നത്, ഖുർആനിലല്ലാത്ത ഒന്നും നിലനിൽക്കില്ലെന്ന് പറയുന്നത്, കൂടി കത്തുകയില്ല എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനത്തൊക്കെ വിവരക്കേടാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ വഫാത്തിന്റെ ശേഷം അത്തരം ഒരു പ്രത്യേകതയില്ല, അവർക്ക് കത്തും നശിക്കും ഒക്കെ ഉണ്ടാവും. അല്ലേടോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇതാണ് മൊയ്ലിയാരെ നിങ്ങൾ പറയുന്നത് പച്ച നുണയാണ്. അങ്ങനെയല്ല, അത് കത്തും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. തിരുശഅറ മുബാറക്ക് കത്തും എന്ന് ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ വെറുതെ പറയാണ്. ഒരു പ്രത്യേകതയും നിലനിൽക്കുന്നില്ല എന്നും ഉസ്താദ് പറഞ്ഞില്ല. മറിച്ച് ഉസ്താദ് പറയുന്നത് മുഅ്ജിസത്തിന്റെ കാര്യമാണ് ഉസ്താദ് സംസാരിക്കുന്നത്. ഇതൊക്കെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്കുള്ള കറാമത്താണ് മൊയ്ലിയാരെ. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, അതിന് നമുക്ക് പരാതിയില്ല. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, അതിന് നമുക്ക് പരാതിയില്ല. മറിച്ച് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അഥവാ ഒരു അന്വേഷണ വിധേയമായി
പരിശോധിച്ച് തെളിവ് ഹാജരാക്കാനുള്ള മുഅ്ജിസത്ത് അതായിട്ട് നിലനിൽക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞത്. എന്നാൽ റബ്ബ് ആ തിരുശഅറേ മുബാറക്കിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള കറാമത്തായി നിൽക്കുന്നതിന് ഉസ്താദിന്റെ വാക്ക് എതിരല്ല. ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും. ഏതായാലും അൽഹംദുലില്ലാ ഉസ്താദ് പറഞ്ഞല്ലോ, പയ്യോളി ഉസ്താദ് പറഞ്ഞ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചല്ലോ സുഹൃത്തുക്കളെ. ഇപ്പോഴും 480-ലധികം ഐഡികൾ പോലുണ്ടല്ലോ, അല്ല 380-ലധികം. ഈ മനുഷ്യൻ എത്ര മോശമായിട്ടാണ്, ആരെയാണ് അദ്ദേഹം എടോ എന്നൊക്കെ വിളിക്കണത് എന്ന് മനസ്സിലാകണ്ട നിങ്ങൾക്ക്? ആരെയാണ്? നിങ്ങളൊന്ന് പഠിച്ചു വെക്കി. ഇവരെ നമ്മളൊരു മൗലവി എന്ന് പറയുമ്പോഴേക്ക് വലിയ അതപുകേടായി എന്ന് പറഞ്ഞിട്ട് എടോ എന്നൊക്കെ വിളിക്കണത്. ഇയാള് ഈ കക്ഷി എടോ എന്നിപ്പോ വിളിച്ചല്ലോ, ആരെയാണ് ആ വിളിക്കണത്? നിങ്ങളൊന്ന് അടിക്ക് സുഹൃത്തുക്കളെ. പൊന്മുള ഉസ്താദിനെ കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക. പൊന്മുള ഉസ്താദ് എവിടെ കിടക്കണ, ഇയാളെവിടെ കിടക്കണ? ഇനി ഒന്നും പോട്ടെ, ഒന്നുമില്ലെങ്കിൽ ഇയാളെക്കാൾ എത്ര പ്രായമുള്ള ആളാണ് പൊന്മുള ഉസ്താദ്? ഇയാളെക്കാളും പ്രായം തന്നെങ്കിലും ഇല്ലേ? ആയിരക്കണക്കിന് പ്രഗത്ഭരായ മുദരിസുമാരുടെ ഉസ്താദുമാരുടെ ഉസ്താദാണ് പൊന്മുള ഉസ്താദ്. മനസ്സിലായോ? ഇയാളെ പോലെ എവിടെയെങ്കിലും അടച്ചിട്ട റൂമിൽ കുത്തിരുന്ന് കണ്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളല്ല. അപ്പൊ ഇത്രയും വലിയൊരു പണ്ഡിതനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിൽ അഭിസംബോധന ചെയ്യുന്നതും ആ പണ്ഡിതൻ പറയാത്ത കാര്യങ്ങൾ അടിക്കടി എന്ത് ചെയ്യുന്നത്? നോണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ പയ്യോളി സാഹിബ് ഇവിടെ പറഞ്ഞല്ലോ, അമ്പിയാക്കന്മാർക്കും മൗലിയാക്കന്മാർക്കും അവരുടെ വഫാത്തിന് ശേഷം ഒരു പ്രത്യേകതയുമില്ല എന്നാ പറയുന്നത്. പച്ചക്കള്ളമല്ലേ സുഹൃത്തുക്കളെ ഇയാൾ ഈ പറയുന്നത്? അല്ലേ? പച്ചക്കള്ളമല്ലേ പറയുന്നത്? നിങ്ങൾ ശ്രോതാക്കൾ നിങ്ങളൊന്ന് പ്രതികരിക്കും, നിങ്ങളെ അഭിപ്രായം അറിയാൻ. അല്ല എന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ പറഞ്ഞത് എവിടെയാണ് പൊന്മുള ഉസ്താദ് പറഞ്ഞതെന്നുള്ളത് ഇയാൾ കേൾപ്പിക്കട്ടെ. കളവല്ലേ? ഇയാളൊക്കെ പേരിന്റെ അവസാനം ബാക്കവി എന്നും പേരും വെച്ച് നടക്കുന്നതിൽ മറ്റുള്ള ആളുകൾക്ക് പോലും എന്താണ് നാണക്കേടാണെന്നേ പറയാനുള്ളൂ. മാനക്കേട്. ഓരോരുത്തരും അവനവന്റെ ഒരു സ്റ്റാറ്റസ് അത് കീപ്പ് ചെയ്ത് സംസാരിക്കണ്ടേ? എനിക്ക് ഈ കക്ഷിയെ അറിയാം, പക്ഷെ ഇയാൾ ഇത്രത്തോളം തരം താഴുന്ന രീതിയിൽ കള്ളം പറയുകയും പണ്ഡിതന്മാരെ ഈ രൂപത്തിൽ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഹക്കായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ആ ക്ലിപ്പ്, ഇത് ഇയാളെ പ്രസംഗം ഇവിടെ ഇട്ട് കേൾക്കുമ്പോഴാണ് പടച്ചതമ്പുരാനെ ഈ മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ചു പോയോ എന്നുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇടയ്ക്ക് ഇയാളിങ്ങനെ ആവർത്തിക്കുന്നുണ്ട് വഹാബികൾ പറയുന്ന ആ വാക്ക്. എന്താണ്? പേരോട് ഉസ്താദിന്റെ കിതാബ് തിരിയുന്നതിനെ പരിഹസിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പറഞ്ഞ ആളുടെ കിതാബിന്റെ തിരിച്ചിരിവിടെ 5.5 മണിക്കൂർ പയ്യോളി ഉസ്താദിലിട്ട് സംസാരിച്ചപ്പോ നമുക്ക് തിരിഞ്ഞല്ലോ. എന്നിട്ട് പറയാണ് പേരോട് ഉസ്താദ് പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം വഹാബിസം കൂടാണ്. ഇത് വഹാബികൾ പറഞ്ഞ ആരോപണമല്ലേ സുഹൃത്തുക്കളെ? പേരോട് ഉസ്താദിനെ കൊണ്ട് എടങ്ങറായിട്ട് ആളുകളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് വഹാബികൾ നാട്ടിൽ പറയുന്ന ഒരു വാദമല്ലേ ഇത്? എന്നാ അത് പറയാവർക്ക്. ശരി, കണ്ടോ ഞങ്ങൾ ഇങ്ങേപ്പുറത്ത് പ്രസംഗിച്ചപ്പോ അവിടെ കുറഞ്ഞില്ലേ എന്ന് അത് പറയാൻ പറ്റത്തുണ്ടോ? അത് പറയാൻ ഈ SK-കാരെടുത്ത് വല്ലതുണ്ടോ? ഇല്ല. കണ്ടോ? പച്ച കള്ളം പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യുക? തെറ്റിദ്ധരിപ്പിക്കുക. പച്ച നുണയാണ്. അയക്കെന്നറിയാം ഈ പറയണമൊക്കെ നുണയാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. എന്ത് കുരുത്തക്കടാ പറ്റിയിട്ടുള്ളത്, ആരെ കുരുത്തക്കടാ നിങ്ങൾക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അയാളെ ഒരു ഉസ്താദ്, AP ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സമസ്തയിലെ മുശാവറ മെമ്പറാണ്. ആ ഉസ്താദിനെ അടക്കം പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ വിശ്വാസവും അങ്ങനെയാണ്. എത്ര
എത്ര മോശമായിരുന്നാലും സ്വന്തം ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിച്ചാൽ ആ മനുഷ്യന് പിന്നെന്തില്ല, രക്ഷ കിട്ടൂല, ഉറപ്പാണ്. അത് ചരിത്രം അങ്ങനെയാണ്. എത്ര വലിയവനാണെങ്കിലും ശരി, ഉസ്താദുമാരുടെ കുരുത്തക്കേട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യൂല, തെക്കെടുക്കിരില്ല. ആ കുരുത്തക്കേടായിരിക്കും ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് പയ്യോൾ ഉസ്താദ് തുടരും. എനിക്ക് മൈക്കിൽ വരുന്നതിന് ഇനി തടസ്സമുണ്ട് സാങ്കേതികമായി. എല്ലാവരോടും ദുആ വസിയത്തോടെ വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി കേൾക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മൻ റഅനി ഫീ മനാമി, എന്നൊരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടത്. പിശാചിന് എന്റെ രൂപത്തിൽ കോലം കെട്ടാൻ കഴിയില്ല, ജീവിതകാലത്തും കഴിയില്ല മൗലവി, വഫാത്തിന് ശേഷം കഴിയില്ല മൗലവി, വഫാത്തിന് ശേഷം കഴിയില്ല മൗലവി. നിങ്ങൾ നിഷേധിക്കുന്നോ? റസൂലുള്ളാഹിയല്ലേ അത്? റസൂലുള്ളാഹി ആ മദീനയുടെ മണ്ണിൽ കിടന്നാൽ തന്നെ കിടന്നാൽ മതി. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇബ്ലീസ് തങ്ങളുടെ രൂപത്തിൽ കോലം കെട്ടാൻ ശ്രമിച്ച അവനെ കരിച്ചു കളയും. റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണത്, മുഅ്ജിസത്താണത്, ഖുസൂസിയത്താണത്. ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുക, വിട്ടുതരാൻ ഒരുക്കമല്ല. മാഷാ അല്ലാഹ്. അടുത്ത മുഅ്ജിസത്താണ് മൂപ്പരെണ്ണിയത്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖാ ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. കണ്ടോ? ശരിക്കിരുന്ന് പഠിച്ചോളി. ഈ ഹദീസിന്റെ ശറഹൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഹദീസ് കാണുമ്പോഴത്തേക്ക് തലപ്പിരാന്ത് എടുത്തിട്ട് ചാടല്ലേ. ഒരു ഹദീസ് കാണുമ്പോഴേക്ക് നിങ്ങൾ ചാടല്ലേ. ഈ ഹദീസിന്റെ ശറഹില് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. ഇന്നൊരാള് ശരിക്കും കേൾക്കണം, ഞാൻ പറയാം. ഇമാമിങ്ങൾ അഭിപ്രായ വ്യത്യാസക്കാരാണ് കേട്ടോ ഈ വിഷയത്തിൽ. ഒരാള് അടുത്ത് മറ്റൊരാൾ ഇന്ന് ഉറക്കത്ത് വന്നിട്ട് പറയാ, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ് എന്നൊരാള് പറഞ്ഞാൽ അത് റസൂലുള്ള തന്നെ ആകണം അല്ലേ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലേ? അല്ലേ? അത് നബി തങ്ങൾ തന്നെ ആവണ്ടേ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി എന്നല്ലേ? ഈ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഉസ്താദേ? റസൂലിന്റെ രൂപം പ്രാപിക്കൂല എന്നാണ്. റസൂലുള്ളാന്റെ പേരിൽ വരൂല എന്നല്ല. പഠിച്ചു വെച്ചോ, റസൂലുള്ളാന്റെ പേരിൽ വരൂല, പിശാചി എന്നല്ല, അള്ളാന്റെ റസൂലിന്റെ രൂപത്തിൽ വരൂല എന്നാണ്. മൗലിയാരെ അതിനാ ബാക്കിന്റെ അർത്ഥം ഒന്ന് പഠിക്കണം. ഒരാള് വന്നിട്ട് ഇന്ന് ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, അള്ളാന്റെ ഭാഗത്തിൽ നിന്ന് എനിക്കെന്തുണ്ട്, എനിക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കള്ളക്ക ഹറാമാക്കി തന്നിട്ടുണ്ട് എന്ന് ഒരാള് വന്നിന്ന് രാത്രി പറഞ്ഞാൽ അത് പിശാചി തന്നെയാണ്. കാരണം റസൂലുള്ളാന്റെ രൂപത്തിൽ വരൂല എന്നാണ് ഹദീസിലുള്ളത്. റസൂലുള്ളാന്റെ പേര് പറഞ്ഞ് പിശാചി വരൂല എന്നല്ല. പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട് മൗലിയാരെ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്നാൽ ഇനി പണ്ഡിതന്മാരിൽ മറ്റൊരു വിഭാഗം റസൂലുള്ളാന്റെ പേര് പറഞ്ഞു വരൂല എന്ന് പറഞ്ഞവർ തന്നെയുണ്ട്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇത് മുഅ്ജിസത്താ? ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് നീട്ടിയാൽ മതി. ഇത് മുഅ്ജിസത്താണോ? റസൂലുള്ളാന്റെ രൂപം പിശാച് പ്രാപിക്കില്ല എന്നത് മുഅ്ജിസത്തല്ല മൗലിയാരെ. മുഅ്ജിസത്ത് എന്നാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ്? ബഹുമാന്യന്മാരായ സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാ അതുപോലുള്ള മുഴുവൻ ആലിമീങ്ങളും പറഞ്ഞത് എന്താണ്? മുഅ്ജിസത്ത് എന്നാൽ അത് ഒരു നിഷേധിയുടെ മുമ്പിൽ, ഇത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം, ഓരോരുത്തർക്കും ഇത് ആവർത്തിക്കേണ്ടി വരുന്നതാണ്. ആവർത്തിക്കേണ്ടി വരുന്നതിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിരസത തോന്നരുത്. കാരണം മൂപ്പര് പറയുന്നതൊന്നും മുഅ്ജിസത്ത് അല്ല എന്ന് സ്ഥിരപ്പെടുത്താനാണ്. ശ്രദ്ധിക്കുക. ഒരു നിഷേധിയുടെ നിഷേധത്തെ പരാജയപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് ഇദ്ദേഹം ഒരു ഉദ്ധരണി വായിക്കുന്നുണ്ട് നബവി ഇമാമിന്റെ. ഞാൻ അവിടത്തേക്ക് എത്താൻ വേണ്ടി കാത്തുത്തിരിക്കണേ. അവിടെ എത്തുമ്പോൾ ഇതൊന്നും കൂടെ വിശദീകരിക്കാം. അഥവാ നിഷേധിയുടെ നിഷേധം പരാജയപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തആല അംബിയാഇന്റെ കരങ്ങളിലൂടെ കൊണ്ടുവരുന്ന അമാനുഷിക കാര്യങ്ങൾ,
ഇത് നിഷേധിയുടെ നിഷേധം പരാജയപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് കൊണ്ടുവരുന്നതാ? ആണോ വലിയരെ? ആണോ റസൂലുള്ളാഹിന്റെ രൂപത്തിൽ പിശാച് പ്രാപിക്കൂല എന്ന് പറഞ്ഞത്? അല്ല. അതുകൊണ്ട് തന്നെ അത് ബാബുൽ ഈ മുഅ്ജിസത്തിന്റെ ബാബിൽപ്പെട്ടതല്ല, മറിച്ചത് ഏത് ബാബിലാണ്? അത് ഏത് ബാബിൽപ്പെട്ടതാണ്? ഏതിന്റെ ഇനത്തിൽപ്പെട്ടതാണ്? കറാമത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹിക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനമാണത്. റസൂലുള്ളാഹിക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനമാണത്. എന്ത് റസൂലുള്ളാഹിക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനം? റസൂലുള്ളാഹിന്റെ രൂപത്തിൽ പിശാച് വരൂല. മറ്റേ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞു വരൂല. അത് ബഹുമാനാണ്, കറാമത്താണ് മൊയ്ലിയാരെ, അത് മുഅ്ജിസത്തല്ല. മൊയ്ലിയാർ വിചാരിച്ച് ഇങ്ങനെ അള്ളാഹ് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അത് മുഴുവൻ മുഅ്ജിസത്താകും. അല്ല, അത് സാങ്കേതികാർത്ഥത്തിലുള്ള മുഅ്ജിസത്തല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ അന്ന് വാദം എഴുതുന്ന സമയത്ത് പ്രത്യേകമായിട്ട് എഴുതിയത് സാങ്കേതിക അർത്ഥത്തിലുള്ള മുഅ്ജിസത്ത് എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ അല്ലാത്തതൊന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നില്ല എന്ന് ഞാൻ പ്രത്യേകം എഴുതിയത് സാങ്കേതിക അർത്ഥം കൊടുത്ത് വെറുതെ അല്ല. ഈ ഇമാമിങ്ങൾ പറഞ്ഞ മുഅ്ജിസത്ത് എന്നതിന്റെ ഡെഫിനേഷനിൽ, അതിന്റെ നിർവചനത്തിൽ കടക്കൂല അതൊന്നും. മറിച്ച് അതൊക്കെ കറാമത്താണ്. അള്ളാഹു അംബിയാഇനെ പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ മുത്ത് റസൂലുള്ളാഹിക്ക് നൽകിയ ബഹുമാനമാണ്. മനസ്സിലാക്കിക്കോളൂ. മൂപ്പരതൊക്കെ വിചാരിച്ച് മുഅ്ജിസത്താണ്. എന്നിട്ട് വന്മളുസ്താനെ കുറച്ച് വഹാബിയാക്കിയാൽ മതി. മൗലിയാരെ, ഞാൻ പറയട്ടെ, കിതാബ് ഓതി പഠിക്കുക, ആലിമീങ്ങളെ ചീത്ത പറയാതിരിക്കുക. ആലിമീങ്ങളുടെ ചീത്ത പറയുന്ന അത് ഉത്ഭവിക്കുന്ന ഹൃദയത്തിൽ ഈമാനിന് സ്ഥാനമുണ്ടാവില്ല, ഇൽമിന് സ്ഥാനമുണ്ടാവില്ല. അത് അനുഭവമാണ് പാഠം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അദ്ദേഹം പറയുന്ന അടുത്ത തെളിവിലേക്ക്. അസ്സലാമു അലൈക്കും. ഇതുപോലെ എത്ര മജ്ലിസുകൾ ഹിസ്സിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന ഹിസ്സിയായ മജ്ലിസുകൾ തന്നെ എത്ര കാലം നീണ്ടു നിന്നതുണ്ട്. എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ബദറിൽ വെച്ചുകൊണ്ട് വാട് പൊളിഞ്ഞ സഹാബിയുടെ കഥ കേട്ടിട്ടില്ലേ മൗലവിമാരെ? റസൂലുള്ള ഒരു വടി അങ്ങോട്ട് കൊടുത്തിട്ട് ഇതോടാണ് യുദ്ധം ചെയ്തോന്ന് പറഞ്ഞത് വാളായി മാറി. അതിന് അൗനെന്ന് പേരിട്ടു. അദ്ദേഹം ഒപ്പവാട്ടാവുന്നത് വരെ അതുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. റസൂൽ ഒപ്പാക്കായതിന് ശേഷം അദ്ദേഹം ഒപ്പാക്കായത്. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അത്താദത്തിന്റെ കണ്ണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ്, ഇതൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാളിയുദ്ധത്തിൽ മുറിഞ്ഞു പോയപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. ഉക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാളിയുദ്ധത്തിൽ മുറിഞ്ഞു പോയപ്പോ ബഹുമാനപ്പെട്ടവർ വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ വാള് പൊട്ടിപ്പോയിട്ടുണ്ട്. ഉടനെ തന്നെ പറഞ്ഞു, ഒരു ഈത്തപ്പനയുടെ മരത്തിന്റെ കഷ്ണം, അതിന്റെ പനയുടെ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഉക്കാശ പോയി യുദ്ധം ചെയ്തു പറഞ്ഞു. ഉക്കാശ റളിയല്ലാഹു തആല അൻഹു പോയി, അത് വാളായി മാറി. അതുകൊണ്ട് യുദ്ധം ചെയ്തു. അതിന്റെ പേര് ഔനി എന്നാണ്. അത് മൊയ്ലിയാരെ ഖിയാമത്ത് വാള് വരെ നിലനിൽക്കും എന്നല്ലേ മൊയ്ലിയാർ പറയുന്നത്? അല്ലേ സുഹൃത്തുക്കളെ? മൊയ്ലിയാർ പറഞ്ഞത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നല്ലേ? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഐന ഹാദ സൈഫ്, എവിടെ സഹോദര ആ വാള്? ഔനെന്ന വാള് എവിടെയുണ്ട്? എവിടെയാണിപ്പോൾ ആ വാളുള്ളത്? ഒന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഉണ്ട് നാട്ടുകാരില്ല, സനത് വേണം, മുത്തസിലായ സനത് വേണം. നിങ്ങൾക്ക് അങ്ങനെയും വേണ്ടേ? എവിടെയെങ്കിലും ഒന്ന് ഇത് ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ വാളാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിന് സനതും വേണ്ടി വരും. അപ്പൊ മുത്തസിലായ സനതോട് കൂടെ മൊയ്ലിയാരാന്ന് കാണിക്കണം. എവിടെ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ ഇപ്പോൾ ആ മുഅ്ജിസത്ത് നിലവിലില്ലല്ലോ. എന്തേ കാരണം? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കോളെ. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂല എന്നല്ലേ? അല്ലേ? ഇപ്പൊ ആ വാള് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂല. എന്തേ കാരണം? ഖുർആനില്ലാത്ത മുഅ്ജിസത്ത് നിലനിൽക്കൂല. അത് മുഅ്ജിസത്താണെന്ന് വെച്ചാൽ, അത് മുഅ്ജിസത്താണ് എന്ന് വെച്ചാൽ തന്നെ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂല. ഇപ്പൊ അത് നിലനിൽക്കുന്നില്ല. എന്നിട്ട് മൊയ്ലിയാർ നിലനിൽക്കാത്തതാ ഉദാഹരണം പറഞ്ഞു. എന്തിന്? നിലനിൽക്കും എന്നതിന്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നതിന് മൂപ്പർ ഉദാഹരണം പറയുന്നത് ഇപ്പൊ നിലവില്ലാത്തതാണ്. എന്താ ഇയാളെ തലന്റെ ഉള്ളിൽ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവണില്ലേ? സുഹൃത്തുക്കളെ, എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. ഇയാൾ ഇതെന്തിനാ തെളിവ് പറയുന്നത്?
ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ മുഅ്ജിസത്തുകളെല്ലാം നിലനിൽക്കും. അതിനുള്ള രേഖയായിക്കൊണ്ടാണ് മൂപ്പര് ഉൽക്കാശ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാള് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ അത് നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അത് സഹിഹായ സനദോട് കൂടെ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അല്ല, അത് മാത്രവും പോരാ, ഇനി ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും എന്നതിനും തെളിവേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുമോ ആദ്യ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും? ഇപ്പൊ ഖിയാമത്ത് നാളായിട്ടില്ലല്ലോ, ഇനി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നതിനും തെളിവേണ്ടി വരും. എന്തായാലും ഇപ്പോൾ അത് നിലവിലില്ല. എന്താ അർത്ഥം? ആ മുഅ്ജിസത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മുഅ്ജിസത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ മുഅ്ജിസത്ത് ഇപ്പോൾ നിലവിലില്ലാത്തതാണ്. നിലവിലില്ലാത്ത മുഅ്ജിസത്താണ് നിങ്ങൾ നിലനിൽക്കും എന്നതിന് തെളിവുദ്ധരിച്ചത് മൂല്യാരേ. നിങ്ങൾ ഞങ്ങൾക്കുള്ള തെളിവാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്. ഞങ്ങൾ പറയേണ്ട തെളിവുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെന്ന് വിചാരിച്ചിട്ട് ഉദ്ധരിച്ചത്. സത്യത്തിൽ ഉസ്താദെ, നിങ്ങൾ ഉദ്ധരിച്ചത് തെറ്റായി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ള രേഖയല്ല. എന്തുകൊണ്ട്? ആ തെളിവ്, ആ മുഅ്ജിസത്ത് ഇപ്പോൾ നിലവിലില്ലാത്തതാണ്. ഇനി അടുത്തത് ഖതാദത്തിന്റെ തങ്ങളുടെ കണ്ണിലേക്കാണ് വരുന്നത്. അവിടെ മുതൽ തങ്ങളെ വന്നിട്ടോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഖുർആൻ മാറ്റങ്ങൾ അത്ഭുതകരമായി ഓടിക്കൊടുത്തു. ആ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നു. അത്ഭുതകരമായി കണ്ണ് കൈയിലേക്കുകൊണ്ട് വീണ കണ്ണ് സുന്ദരമായി തിരിച്ചു കൊടുത്തു. ആ കണ്ണ് അവർ നിലനിന്നു. ആ വാണ് നിലനിന്നു. ഇങ്ങനെ എന്തെല്ലാം നിലനിന്നു. മാറ്റങ്ങൾക്ക് ഖുർആൻ മാത്രമല്ല മൗലവി, നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? കേട്ടോ, പഠിച്ചോ? കിതാബ് തിരിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരും പഠിച്ചോ? കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്റെ മുഅ്ജിസത്താണ്. ഖുർആൻ അത്ഭുതകരമായി നിലനിൽക്കുന്നുവെങ്കിൽ ആ അത്ഭുതത്തിനോട് നിലനിൽക്കുന്നു റസൂലുള്ളാഹിയുടെ അഹാദീസുകൾ, ജവാമിഉൽ കലിമായ ഹദീസുകൾ. അത്ഭുതകരമായ വിധത്തിൽ അതും ഇവിടെ നിലനിൽക്കുന്നു. ഈ മൂല്യാര് സത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, വെറുതെ പറഞ്ഞല്ല. ഇയാള് കിതാബോധി എന്നുള്ളതിൽ എനിക്ക് സംശയം തന്നെയാണ്. ഞാൻ വെറുതെ പറയല്ലത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന് 10 ലക്ഷം ഹദീസ് ബൈഹാത്ത് ഉണ്ടായിരുന്നു. താരീഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക്. താരീഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക്. ഇന്ന് കാണുന്ന ഹദീസുകള് കൂടിപ്പോയാൽ 1.5 ലക്ഷമാണ്. കൂടിയാൽ 1.5 ലക്ഷം ഹദീസുകളെ ഇന്ന് കിട്ടാനുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ബാക്കി 8.5 ലക്ഷത്തിൽ മുഅ്ജിസത്ത് നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് നിലവിലില്ലാത്ത അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രം ബൈഹാത്തുള്ള ഹദീസുകൾ 10 ലക്ഷമാണ്. ആ 10 ലക്ഷത്തിൽ നിന്ന് ഇന്ന് 1.5 ലക്ഷമേ നിലനിൽക്കുന്നുള്ളൂ. ബാക്കി 8.5 ലക്ഷവും പോയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ആ 8.5 ലക്ഷം നിലനിൽക്കുന്ന 1.5 ലക്ഷം അവിടെ കിട്ടെ, ആ 8.5 ലക്ഷത്തിൽ മുഅ്ജിസത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണോ മൂല്യാർ പറയണത്? നിലനിൽക്കുന്നുണ്ട് എന്നാ പിന്നെ അതെങ്ങനെ 8.5 ലക്ഷം പോയി പോല്? ആ 8.5 ലക്ഷം ഹദീസ് പോകലെങ്ങനെയാണ്? നിങ്ങൾ പറഞ്ഞ മുഅ്ജിസത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ 8.5 ലക്ഷത്തിൽ അതെങ്ങനെയാ നഷ്ടപ്പെടാൻ പറ്റുമോ? എവിടുന്നാ മൂല്യാരെ വരുന്നത്? നിങ്ങളെന്താ ഈ പറയണത്? വല്ല പിടുത്തവും വേണ്ടേ? ആ 8.5 ലക്ഷം എവിടെ പോയി? മൂല്യാര് പറയണോ നിലനിൽക്കും ഖിയാമത്ത് നാളോളം. എന്നിട്ടോ ഹദീസ് അതിന് തെളിവ് പറയണേ. ഹദീസിലാണെങ്കിൽ 8.5 ലക്ഷം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അറിയുന്ന ഹദീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് ചരിത്രമാണ്. എന്നിട്ട് മൂല്യാർ അതൊക്കെ നിഷേധിക്കുകയാണ്. അതൊക്കെ നിഷേധിക്കുക. ആ 8.5 ലക്ഷം തന്നെ നിലനിൽക്കുന്നില്ലല്ലോ ഇവിടെ. അപ്പൊ എന്താണ് അർത്ഥം? ആ ഹദീസ് എന്ന മുഅ്ജിസത്ത്, ജവാമിഉൽ കലിം എന്ന മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നതില്ല മോനെ. തെറ്റിദ്ധരിക്കണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്ന മുഅ്ജിസത്ത് അതിനുണ്ടെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അറിയുന്ന ആ 8.5 ലക്ഷം ഹദീസ് പോകാൻ പാടില്ലായിരുന്നു. അത് പോയത് അത് ആരോട് പറയാൻ? ഇയാൾക്ക് വല്ല തിരിയണ്ടേ? ഇയാൾക്കൊന്നും തിരിയണില്ല. കാരണം ഇയാൾ എന്തൊക്കെയോ പറയാണ്. ഇയാൾക്ക് മൈക്ക് കിട്ടിയപ്പോ ഇയാള് വിചാരിച്ച് പറയുന്നൊക്കെ മുഅ്ജിസത്താണ്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്നു. ബാലപാഠം പോലും നിങ്ങൾക്ക് അറിയാതെ പോയി എന്നത് ഖേദപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദീനിനെ കുറിച്ച് പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ മൈക്ക് വിടുന്നു. തങ്ങൾ എന്നെ മൈക്കിലേക്ക് വന്നോളി. അസ്സലാമു അലൈക്കും. ഖുർആൻ പറഞ്ഞതുപോലെ
ഈ ജവാനുകൾ കരീം അന്ന് പറഞ്ഞത് തന്നെയാണ്. ആ അത്ഭുതങ്ങൾ ഖുർആൻ നിലനിൽക്കുന്നത് പോലെ തന്നെ ആ ഖുർആനുള്ള എല്ലാ മൗജത്തും ഇതിനില്ല, മറ്റ് പല മൗജത്തും ഇതിനുണ്ട്. ആ രൂപത്തിൽ അതും നിലനിൽക്കുന്നു. ഒരുപാട് വരാനിരിക്കുന്ന സംഭവങ്ങളിലേക്ക് റസൂലുള്ളാഹി ചൂണ്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞതുണ്ട്, ഇനിയും വരാനിരിക്കുന്നതുണ്ട്. അതൊക്കെ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ കാലശേഷം അത്ഭുതങ്ങളായി നിലനിന്നു. അതൊക്കെ സംഭവിച്ചപ്പോൾ അതൊക്കെ അത്ഭുതങ്ങളായി പുലരുകയും ചെയ്തു. ഇനിയും അങ്ങനെ സംഭവിക്കാൻ വരുന്നു. ഈസാ നബി വരുമെന്നും ദജ്ജാൽ വരുമെന്നും തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞുപോയി. ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞുപോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ചെയ്തത് തന്നെ നിലനിൽക്കുന്നു. പോരാത്തത് റസൂലുള്ളാഹി ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണയിലാണ് മൂപ്പരുള്ളത്. സത്യത്തില് അൽ ഇഖ്ബാറു ബിൽ ഗൈബ് അന്ന് സംവാദ വ്യവസ്ഥയെ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് ഇവിടെ. ഇഖ്ബാറും ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും. എന്നാലൊന്ന് പറഞ്ഞുതരാം. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വർത്തമാനം പറയല്, അഥവാ ശേഷം ഇന്നതൊക്കെ നടക്കാനുണ്ട്, ഇന്നതൊക്കെ നടക്കാനുണ്ട്, ഇന്നതൊക്കെ നടക്കാനുണ്ട്, ഖിയാമത്ത് നാളാകുന്നതിന് മുമ്പ് ഇന്നതൊക്കെ നടക്കാനുണ്ട്, ഖിയാമത്ത് നാളിന് ശേഷം ഇന്നതൊക്കെ നടക്കാനുണ്ട്, ഇത് വിശദീകരിച്ച് പറയുക. അതെപ്പോഴാണ് നബി തങ്ങൾ വിശദീകരിക്കുന്നത്? ജീവിതകാലത്താണോ അല്ല വഫാത്തിന് ശേഷമാണോ വിശദീകരിക്കുന്നത്? ഒന്നടിച്ചോളൂ സുഹൃത്തുക്കളൊന്ന് പ്രതികരിച്ചോളൂ. നബി തങ്ങൾ ഇഖ്ബാറും ബിൽ ഗൈബ് ചെയ്യണത് ജീവിതകാലത്താണോ വഫാത്തിന് ശേഷമാണോ? ഇഖ്ബാറും ബിൽ ഗൈബ് അഥവാ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വർത്തമാനം പറയുക എന്നത് അത് ജീവിതകാലത്താണ്. മൊയ്ലിയാരെ അതാണ് മുഅ്ജിസത്ത്. മനസ്സിലാക്കി? അതാണ് മൊയ്ലിയാരെ മുഅ്ജിസത്ത്, ഇഖ്ബാറും ബിൽ ഗൈബ്. അപ്പൊ മൊയ്ലിയാരെ പ്രശ്നം എന്താ അറിയോ? ആ നബി തങ്ങളുടെ മുഅ്ജിസത്ത് ജീവിതകാലത്ത് നബി തങ്ങൾ അദൃശ്യ കാര്യങ്ങളെ കൊണ്ട് സംസാരിക്കലാണ്. അത് വെളിവാകുക എന്നത് മുഅ്ജിസത്തല്ല. മനസ്സിലായോ? അതതിന്റെ ലവാസിമിൽപ്പെട്ടതാണ്. അതിനെന്ത് ലവാസിമ്? ആ ഒരു കാര്യം മുഅ്ജിസത്ത് അന്ന് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലവാസിമിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ട ഒരു കാര്യമാണ് എന്ത്? അത് പുലരുക എന്നത്. ഇനി അല്ല എന്ന് വിചാരിക്കുക, മൊയ്ലിയാർ പറഞ്ഞ രൂപത്തിലാന്ന് വിചാരിക്കുക. ഈ ളുഹൂറുൽ ഗൈബ് അഥവാ അദൃശ്യ കാര്യങ്ങള് വെളിവാവുക എന്നതാണ് മുഅ്ജിസത്ത് എന്ന് വെക്കുക. നബി തങ്ങൾ പറഞ്ഞ ആ അദൃശ്യ കാര്യങ്ങളുണ്ടല്ലോ, ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങള്, അതാണ് മുഅ്ജിസത്ത് എന്ന് വെച്ചാൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം അറിയാവോ നിങ്ങൾക്ക്? എന്താണ് അവിടെ പ്രശ്നം അറിയാവോ? ബുദ്ധിക്കും യോജിക്കൂല. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം. അറിയാവുന്ന ആളുകൾ ഒന്ന് പ്രതികരിച്ചോളൂ. എന്താണ് ആ ളുഹൂറുൽ ഗൈബ് അദൃശ്യ കാര്യങ്ങൾ വെളിവാവലാണ് മുഅ്ജിസത്ത് എന്ന് വെച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? അറിയാവുന്ന ആളുകൾ ഒന്ന് പ്രതികരിച്ചോളൂ. യെസ് കൊണ്ട് പ്രതികരിക്കുക. അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ വിശ്വാസമുണ്ട്, എല്ലാം ഇത്തിഫാക്കായിട്ട് വിശ്വസിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്, അല്ലേ? അതെല്ലാവർക്കും ഇത്തിഫാക്കാണല്ലോ. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നത് ഇത്തിഫാക്കായി വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാലോ ഖിയാമത്തിന് ശേഷം ഖുർആൻ ശേഷിക്കുവോ? ഖിയാമത്ത് നാളിന് ശേഷം ഖുർആൻ ശേഷിക്കുവോ? ഇല്ല. ഖിയാമത്ത് നാൾ വരേക്കും അതെന്ത് ചെയ്യൂല? ഒരു കംപ്ലൈന്റും ഇല്ലാതെ മുഅ്ജിസത്തായി നിലനിൽക്കും. ഖിയാമത്തിന് ശേഷം ഉണ്ടാവില്ല. എന്നാൽ ഇയാൾ ഈ പറഞ്ഞ പ്രകാരത്തില് ആ ളുഹൂറുൽ ഗൈബ് അഥവാ അദൃശ്യ കാര്യങ്ങൾ വെളിവാകുക എന്നത് മുഅ്ജിസത്തായാൽ ഖിയാമത്തിന് ശേഷവും ആ മുഅ്ജിസത്ത് വെളിവാകും എന്ന് പറയേണ്ടി വരും. കാരണം നബി തങ്ങൾ അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് സംസാരിച്ചതാണ് സ്വർഗ കാര്യങ്ങൾ, നരകത്തെക്കുറിച്ച്, സിറാത്ത് വാലത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഹിസാബിനെ കുറിച്ച്. ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ച് നബി തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാ. അതൊക്കെ വെളിവാകുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? എവിടെയാണ് വെളിവാകുന്നത്? മഹിഷറയിലാണ് അതൊക്കെ വെളിവാകുന്നത്. അപ്പോ നബി തങ്ങളുടെ മുഅ്ജിസത്ത് വെളിവാകൽ എവിടെയാ വെളിവാകുന്നത്? ഖിയാമത്ത് നാളിന് ശേഷം ആഖിറത്തിലാ വെളിവാകുന്നത്. മനസ്സിലായോ? നബി തങ്ങളുടെ ഈ മുഅ്ജിസാത്തുകൾ വെളിവാകൽ എവിടെയായിരിക്കും? ആഖിറത്തില് അഥവാ ഖിയാമത്തിന് ശേഷം മഹ്ശറയിലായിരിക്കും. ഖുർആൻ എന്ന മുഅ്ജിസത്ത് നഷ്ടമായാലും അഥവാ ഖിയാമത്ത് നാളോട് കൂടെ ഖുർആൻ എന്ന മുഅ്ജിസത്തിന്റെ കഴിഞ്ഞു,
അതിനുശേഷവും റസൂലുള്ളാഹിന്റെ മറ്റ് മുഅ്ജിസത്തുകൾ നിലനിൽക്കും എന്നാണോ മൗലവി നിങ്ങളെ വാദം? നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇഖ്ബാറും ബിൽ ഗൈബ് അല്ല മുഅ്ജിസത്ത്, ളുഹൂറുൽ ഗൈബാണ് എന്ന് വന്നാൽ അത് മഹിശറയിലും നിലനിൽക്കുമെന്ന് വരും. അഥവാ ഖുർആൻ എന്ന മുഅ്ജിസത്തിന്റെ കാലാവധി കഴിഞ്ഞാലും ശരി മറ്റ് മുഅ്ജിസത്തുകൾ നിലനിൽക്കും എന്നാണോ നിങ്ങളുടെ പോയിന്റ്? നിങ്ങൾ വാദിക്കുന്നത് അതാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോ അവിടെ എത്തിയിട്ടുള്ളത് അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കാരണം എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് ഇഖ്ബാറും ബിൽ ഗൈബാൻ, അഥവാ അദൃശ്യമായ കാര്യങ്ങൾ സംസാരിക്കലാണ്. മറ്റേതെന്താണ്? ളുഹൂറുൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ വെളിവാവുക എന്നത് അതിന്റെ നിർബന്ധ ഘടകത്തിൽപ്പെട്ടതാണ്, അല്ലാതെ അത് മുഅ്ജിസത്ത് അല്ല. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? അത് വിഷയം മനസ്സിലായിട്ടില്ലേ സുഹൃത്തുക്കളെ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോ അടിച്ചോളൂ കേട്ടോ, ഒന്ന് നോ അടിച്ചോളൂ. കാരണം ഒന്ന് വിശദീകരിക്കേണ്ട ഭാഗം അതുകൊണ്ട് അങ്ങനെ വിശദീകരിച്ച് ഞാൻ ആരും നോ അടിച്ചിട്ടില്ല. തങ്ങൾ അവർ വീണ്ടും ബൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. വഫാത്തിന് ശേഷവും മുഅ്ജിസത്ത് വെളിവാക്കുന്നു. അന്നത്തത് ഇന്ന് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, വഫാത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് വെളിവാക്കുന്നു, അത്ഭുതങ്ങൾ വെളിവാക്കുന്നു, മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇമാം നബവി തങ്ങൾ തഹ്ദീബിൽ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഫുതൂഹ് ഇസ്ലാം, ഷാമിന്റെ ഫത്ഹിൽ പങ്കെടുത്ത ആളാണ്. തങ്ങളെ ഞാൻ കൈ ഉയർത്തിയത് കുറച്ചാളുകൾക്ക് അത് തിരിഞ്ഞിട്ടില്ല എന്ന ഒരു അഭിപ്രായം വന്നു അവരിൽ നിന്ന്. വൺ മോർ പ്ലീസ് പറഞ്ഞത് കൊണ്ടാണ്. തിരിയാതെ പോകരുതല്ലേ നമ്മള്. ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ആവർത്തിക്കില്ല കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റബ്ബ് തആല നൽകിയ മുഅ്ജിസത്തുകളുണ്ട്. ആ മുഅ്ജിസത്തിൽ ഒരു ഭാഗമാണ് എന്ത്? ഇഖ്ബാറും ബിൽ ഗൈബ്. അറബിയിൽ എന്താണ് അതിന്റെ അർത്ഥം? അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. നബി തങ്ങൾ ശേഷമുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ദജ്ജാലിനെ കുറിച്ച് നബി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഷാം ഫതഹാകുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സംസാരിച്ചിട്ടുണ്ട്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ കിസ്റയുടെ വളകൾ ധരിപ്പിക്കുമെന്നും കിസ്റയുടെ കിരീടം ചൂടിക്കുമെന്നും ആര് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദൃശ്യമായ ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെ മുഅ്ജിസത്ത്? മുസ്ലിയാരെ മനസ്സിലാക്കിക്കോളെ, ആ സംസാരമാണ് ശേഷം ഇന്നാലിന്ന കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്ന അറിയിക്കൽ. അതാണ് മുഅ്ജിസത്ത് മുസ്ലിയാരെ, അല്ലാതെ അത് ഉണ്ടാവുക എന്നതല്ല മുഅ്ജിസത്ത്. മറിച്ച് എന്താണ് മുഅ്ജിസത്ത്? ആ ശേഷം വരാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി സംസാരിക്കുക എന്നതാണ്. ഇനിയിപ്പോ മൊയ്ലിയാർ മനസ്സിലാക്കിയതുപോലെ ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ, നബി പറഞ്ഞ കാര്യങ്ങൾ വെളിവാവുക എന്നതാണ് മുഅ്ജിസത്ത് എന്ന് സാങ്കല്പികമായി വെക്കുക നമ്മൾ. അങ്ങനെ വെച്ചാൽ അതിന്റെ അപകടം വലിയതാണ്. മൂപ്പർ അത്ര എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണം? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫ് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കും എന്ന്. അതെല്ലാവരും വിശ്വസിക്കുന്നില്ലേ? നബി തങ്ങളുടെ മുഅ്ജിസത്തിൽ അതിപ്രധാനമായ ഒന്നാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന്. എന്നാൽ മുസ്ലിയാരുടെ വാദപ്രകാരം പരിശുദ്ധമായ ഖുർആനിന് നൽകപ്പെട്ട അവധി ഖിയാമത്ത് നാൾ വരെയുള്ളൂ എങ്കിൽ അത് കഴിഞ്ഞാലും മറ്റുള്ള മുഅ്ജിസത്തുകൾ നിലനിൽക്കും എന്നാണ്. കാരണം നബി തങ്ങൾ പറഞ്ഞ ഇഖ്ബാറിൽ, ഗൈബ് കൊണ്ടുള്ള സംസാരത്തിൽ മഹ്ശറയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്, നരകത്തെക്കുറിച്ചുണ്ട്, സ്വർഗത്തെക്കുറിച്ചുണ്ട്, സിറാത്ത് പാലത്തെക്കുറിച്ചുണ്ട്, ഹിസാബിനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്നുണ്ട്, അശറത്തുൽ മുബശ്ശറ സ്വർഗത്തിലാണെന്ന് ഇഖ്ബാറും ബിൽ ഗൈബ് റസൂലുള്ളാഹി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്?
ഈ ഗൈബുകളൊക്കെ വെളിവാകുന്നത് എവിടെയാണ് സുഹൃത്തുക്കളെ? ഒന്ന് അടിച്ചോളി. നബി തങ്ങൾ ഈ വിശദീകരിച്ച ഈ ഗൈബുകളൊക്കെ നടക്കുന്നത് എവിടെയാണ്? വെളിവാകുന്നത് എപ്പോഴാണ്? എവിടെയാണ്? ആഖിറത്തിലാണ്, അല്ലെ? പരലോകത്താണ്, മഹിഷറയിലാണ്. അപ്പൊ മൊയ്ലിയാരെ അവിടെ നബി തങ്ങളുടെ മുഅ്ജിസത്ത് വെളിവായി എന്നാണോ? അല്ല. കാരണം പരിശുദ്ധ ഖുർആനിന് തന്നെ ഖിയാമത്ത് നാൾ വരെയാണ് അവധി. നമ്മൾ തന്നെ പറയുന്നത് എല്ലാവരും ഇത്തിഫാഖായി പറയുന്നത്, അല്ലെ? എല്ലാവരും ഇത്തിഫാഖായി പറയുന്നു ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നാണ്. അതിനുശേഷം നിലനിൽക്കുമെന്ന് ആരും പറയുന്നില്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ മറ്റു മുഅ്ജിസത്തുകളിൽപ്പെട്ട ഇഖ്ബാറുൻ ബിൽ ഗൈബ് എന്ന മുഅ്ജിസത്ത്, അത് ളുഹൂറുൽ ഗൈബ് അഥവാ അദൃശ്യത വെളിവാവുക എന്ന മുഅ്ജിസത്ത് ഖിയാമത്ത് നാളിന് ശേഷവും പരലോകത്തും മാശറയിലും ഒക്കെ നടക്കുന്നു എന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഖുർആൻ നഷ്ടപ്പെട്ടാലും ശരി മറ്റു മുഅ്ജിസത്തുകൾ പോകൂല എന്നാണ് നിങ്ങളെ വാദം. അത് തെറ്റാണ്. പിന്നെ എന്താണ് മുഅ്ജിസത്ത്? മുഅ്ജിസത്ത് അവിടെ സംഭവിക്കുന്നത് ഇഖ്ബാറുൻ ബിൽ ഗൈബാണ്, അഥവാ അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള സംവാദമാണ്, സംവദിക്കലാണ്. നബി തങ്ങൾ അത് സംസാരിക്കലാണ് മുഅ്ജിസത്ത്. മറ്റേത് അതിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് ളുഹൂറുൽ ഗൈബ്, അദൃശ്യത വെളിവാവുക എന്നത്. ഞാൻ വിടുന്നു. വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തങ്ങൾ തന്നെ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഉമറുള്ളാഹിന്റെ അടുത്തേക്ക് സന്ദേശങ്ങൾ കൊടുത്തയച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പോൾ ദിമഷ്ക് ഫതഹായി കിട്ടി എന്ന സന്ദേശത്തെ അയച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ മദീനയിലെത്തി 7 ദിവസം കൊണ്ടാണ് ദിമഷ്കിൽ നിന്ന് മദീനയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഷാമിലേക്ക് മടങ്ങിയത് 2 ദിവസം കൊണ്ട് തിരിച്ചെത്തി. 2.5 ദിവസം കൊണ്ട് തിരിച്ചെത്തി. ഇമാം നവവിയാണ് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടി വന്നല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടി വന്നല്ലോ. മദീനയിലേക്ക് തിരിച്ചെത്തി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് ദുആ ചെയ്തപ്പോൾ, അവരെ കൊണ്ട് ശഫാഅത്ത് തേടിയപ്പോൾ ആ റസൂലിനെ സഹായിക്കുന്നു. റസൂലുള്ളാഹി അത്ഭുതത്തിൽ സഹായിക്കുന്നു. 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് റസൂലുള്ള സഹായിക്കുന്നു എന്ന് മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കല് വിശന്നു പോയിട്ടുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ടവർ പത്തിരിയുടെ കഷ്ണം കൊടുത്തു എന്ന് പോലും വിശ്വസിക്കുന്നവരാണ് ഞങ്ങള്. നബി തങ്ങളുടെ ഖബറിന്റെ അടുക്കല്, അല്ലേ? നബി തങ്ങളുടെ ഖബറിന്റെ അടുക്കല് വിശന്ന് പോയി അങ്ങേയറ്റം മഹാന്മാരായ അബുഷേഖ്, അതുപോലെ തന്നെ അസർ ഓർമ്മയുള്ള ആൾക്കാർ പറഞ്ഞാൽ മതി, ബഹുമാനപ്പെട്ട അബുഷേഖ് റഹിമഹുല്ല, അതുപോലെ പ്രമുഖന്മാരായ 3 ആളുകള്, അല്ലേ? ഇമാം തൊബറാനി റഹിമഹുല്ല, അബുഷേഖ് റഹിമഹുല്ല, മറ്റൊരാളും കൂടിയുണ്ട്. ഇങ്ങനെ 3 ആള് ബഹുമാനപ്പെട്ട സിയറു അലാമിൻ നുബലാഇ ദഹബി പറഞ്ഞ സംഭവമാണിത്. എന്തുപോയി? അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കലേക്ക് പോയി. ഞങ്ങളെ കൊണ്ട് സമയം പ്രയാസമായി, പിന്നെ അശാ അഥവാ രാത്രി ഭക്ഷണത്തിന്റെ സമയമായി, ഭക്ഷണം കിട്ടാനില്ല, ബുദ്ധിമുട്ടിലായി, പ്രയാസത്തിലായി. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം തൊബറാനി റഹിമഹുല്ല പറഞ്ഞ്, ഒന്നിരിക്കലും നമുക്ക് എന്ത് ചെയ്യാ? ഭക്ഷണം അല്ലെങ്കിൽ മരണം. റസൂലെ അൽജോ വല്ലാതെ വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് നബിയെ, അവിടുത്തെ ഖബറിൽ ചെന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞു, നമ്മൾ റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നിരിക്കലും നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കിടന്ന് മരിക്കും, 2-1 ചെയ്യാം, എന്തായാലും ഇവിടെ ഇരിക്കുക. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോ വാതിലിൽ റൗള ഷെരീഫിന്റെ ആ തിരുകവാടത്തിൽ വന്ന ഒരാൾ മുട്ടുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദ് അവർകൾ അലവിയായ ഒരാളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ 2 കുട്ടികളുമുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? 2 തളിക നിറയെ ഭക്ഷണങ്ങളുമുണ്ട്. എന്നിട്ട് ചോദിച്ചോ, അല്ല നിങ്ങൾ നബിയോട് ഞങ്ങൾ നിങ്ങളെ സൽക്കരിച്ചിട്ടില്ല, ഭക്ഷണം തന്നില്ല എന്ന് പരാതി പറഞ്ഞു. നബി എന്റെ അടുത്തേക്ക് വന്നിരുന്നു, സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരണം. അങ്ങനെയാണ് ഞാൻ ഭക്ഷണവുമായിട്ട് വന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഭക്ഷണമായിട്ട് വന്നത് അങ്ങനെയാണ്. ഇത് ദഹബി സിയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കാ ഇതിൽ അഭിപ്രായം? പക്ഷെ ഇത് മുഅ്ജിസത്താണോ മൊയ്ലിയാരെ? നിങ്ങൾ തെറ്റിപ്പോയി മൊയ്ലിയാരെ. ഞാൻ നേരത്തെ പറഞ്ഞെടുത്താണിത്.
ഇത് മുഅ്ജിസത്തല്ല മൗലിയാരെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കറാമത്താണ് മൗലിയാരെ. മുഅ്ജിസത്ത് വെളിവാകൂല എന്നാണ് പറഞ്ഞത്, മുഅ്ജിസത്ത് നിലനിൽക്കൂല എന്നാണ് പറഞ്ഞത്, വെളിവാകൂല എന്നല്ല. മുഅ്ജിസത്ത് നിലനിൽക്കുകയില്ല എന്നാണ് പറഞ്ഞത്, അല്ലാതെ വെളിവാകൂല എന്നോ അല്ലാതെ കറാമത്ത് വെളിവാകൂല എന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് ഒരുപാട് കറാമത്തുകളുണ്ട്, ഒരുപാട് ആളുകളെ ഞാൻ പറഞ്ഞല്ലോ. ഇബ്നു തൈമിയ്യ പോലും അവിടുത്തെ ഇഖ്തിലാഇൽ പറഞ്ഞ സംഭവമുണ്ട്. എന്ത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ പറയുന്നത് കാണാം. എന്ത് വകദാലിക സുആലുഹു ബഅലിഹിം ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നബിതങ്ങളോട് ചിലർ ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയ സംഭവം, അല്ലെങ്കിൽ നബിതങ്ങളെക്കാളും ദർജ കുറഞ്ഞ ആളുകളോട്, ഔലിയാക്കളോട് ചോദിച്ച് വഫാത്തിന് ശേഷം ഉത്തരം കിട്ടിയ സംഭവം ഒരുപാടുണ്ട്. വഖദ് വഖഅ കസീറ, കണ്ടമാനം സംഭവിച്ചിട്ടുണ്ട്. ആർക്കും ഇതിന് അഭിപ്രായമില്ല. പക്ഷെ അതൊന്നും മുഅ്ജിസത്തിന്റെ ഗണത്തിൽ വരില്ല, അതൊക്കെ കറാമത്തിന്റെ ഗണത്തിലാണ്. അള്ളാഹു അംബിയാഇനെയും ഔലിയാഇനെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി അവരിലൂടെ വെളിപ്പെടുത്തുന്ന അമാനുഷിക കാര്യങ്ങളാണ് അവകൾ, അതല്ലാതെ മുഅ്ജിസത്തല്ല മൗലിയാരെ. കാരണം മുഅ്ജിസത്ത് എന്നാൽ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് മുഅ്ജിസത്ത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അല്ലാതെ ഇവകളൊക്കെ കറാമത്താണ്. ഒരു നിഷേധിയുടെ നിഷേധത്തിന്റെ മുമ്പിൽ അവനെ പത്തിമടക്കാൻ വേണ്ടി, അവനെ പരാജയപ്പെടുത്താൻ വേണ്ടി അള്ള വെളിവാക്കുമ്പോൾ അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാ. മറ്റേതൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉണ്ടായ കറാമത്തുകളാണ്. കറാമത്ത് സംഭവിക്കില്ല എന്ന് ഉസ്താദ് അവർകൾ പറഞ്ഞിട്ടില്ല. ഞാൻ മൈക്ക് വിടുന്നു, തങ്ങളവർകൾ വീണ്ടും മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. അങ്ങോട്ട് 2 ദിവസം കൊണ്ട് വഴി ചുരുക്കി കൊടുത്തു. അവരുടെ കയ്യിലുണ്ടായിരുന്ന റസൂലുള്ളാഹിയുടെ മുടി അത് വെച്ചിട്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അത് വീണപ്പോൾ അതിനു വേണ്ടി ഓടി നടന്നു. അത് അവരുടെ തൊപ്പിയിൽ പിന്നിച്ചേർത്തുകൊണ്ടായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അത് വീണു പോയപ്പോൾ അതിനു വേണ്ടി ഓടി നടന്നു. അതിന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആളുകൾക്ക് സംശയം തോന്നിയപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, അതിൽ റസൂലുള്ളാഹിയുടെ തൊപ്പി പോയതല്ല എനിക്ക് പ്രശ്നം, അതിൽ റസൂലുള്ളാഹിന്റെ ഒരു മുടിന്റെ അത് നഷ്ടപ്പെട്ടു പോകുമോ, അത് ചതിക്കപ്പെടുമോ എന്നതാണ് എന്റെ പേടി. അതുകൊണ്ടാണ് ഞാനത് തെരഞ്ഞു നടന്നത്. അത് എന്റെ കൂടെ എപ്പോഴുണ്ടായോ അപ്പോഴൊക്കെ എനിക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തും അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശഅറേ മുബാറക്ക് വെച്ച് പിടിപ്പിച്ച തൊപ്പി തലയിൽ ധരിച്ചു കൊണ്ടുപോയ കാലത്തോളം എനിക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. അതെ, അത് നമ്മൾ പറഞ്ഞ പോലെ മുഅ്ജിസത്താണോ? ചിന്തിക്കപ്പെടേണ്ടതാണ്. അത് മുഅ്ജിസത്തിന്റെ ഗണത്തിലല്ല വരിക. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇനി അങ്ങനെ മുഅ്ജിസത്താണ് എന്ന് വെക്കുക, എല്ലാ സമയത്തും അത് വെളിവാകുമോ? അത് പ്രത്യക്ഷമാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ മുടി മൊത്തം ഉണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി, നബിന്റെ ഒരു മുടിയല്ലേ ഈ പറയണത്, നബിന്റെ മൊത്തം മുടി ഉണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹിന്റെ തലയിലല്ലേ ആ റസൂലുള്ള ഉഹുദിൽ പരാജയപ്പെട്ടതോ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹുദിൽ ആ തലക്ക് തന്നെ വെട്ടുകിട്ടിയതോ? ഇല്ലേ, ശിരസ് പൊട്ടിയില്ലേ? നിങ്ങൾ എവിടുന്നാ മൗലിയാരെ വരുന്നത്? എപ്പോഴും അത് പ്രത്യക്ഷമാകണമെന്നില്ല, മനസ്സിലാക്കിക്കോ. അതിന് തലന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ ചിന്തിക്കുക. എപ്പോഴും മുഅ്ജിസത്താണെന്ന് വെച്ചാൽ തന്നെ അതെപ്പോഴും പ്രത്യക്ഷമാകൂല. കാരണം നബിന്റെ ജീവിതകാലത്ത് തന്നെ അതെപ്പോഴും പ്രത്യക്ഷമായിട്ടില്ല. കാരണം എന്താ? ഈ മുടിയൊക്കെ ഉള്ള റസൂലുള്ള ആ ഉഹദിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻപല്ല് പൊട്ടി, അതുപോലെ തന്നെ ആ തലക്ക് എന്നെ വെട്ടും കൊണ്ടു. എന്താ അതിന്റെ അർത്ഥം? ആ സമയത്ത് അത് വെളിവായിട്ടില്ല. എന്നാലോ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു സത്യം പറഞ്ഞതാണ്, മഹാനവർഗങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത്, ആ തൊപ്പി ഉണ്ടായിരുന്ന കാലത്തൊന്നും മൂപ്പര് പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും അത് വെളിവാകണമോ? അതില്ല. കാരണം എന്താ? മുഅ്ജിസത്ത് എല്ലാ സമയത്തും വെളിവാകണം എന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇത് മുഅ്ജിസത്തിന്റെ പരമ്പരയിൽ പെടുന്നതേ അല്ല. കാരണം മുഅ്ജിസത്തിന്റെ തഅരീഫ്, ഡെഫിനിഷൻ ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. അതിൽ ഇത് വരൂല. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹ് കൊടുത്ത ബഹുമാനമാണ്, കറാമത്താണ്. ആ നിലക്കാണ് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തത്? അവിടെ യുദ്ധത്തിലെല്ലാം വിജയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ?
അല്ല, ജനങ്ങളിൽ പല വിഭാഗങ്ങളായിരിക്കേ, എല്ലാവർക്കും എല്ലാം പറയുന്നൊന്നും തിരിയൂല. മനസ്സിലാകുന്നുണ്ടാവും. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു, തങ്ങൾ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഉണ്ടായിട്ടുണ്ട്. ഈ ജീവിതകാലം അവിടെ വിഷയമാവുന്നില്ല. കാരണം മുടി റസൂലുള്ളാഹിൽ പിരിഞ്ഞപ്പോഴല്ലേ കിട്ടുന്നത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പിരിഞ്ഞപ്പോഴല്ലേ കിട്ടുന്നത് തന്നെ. പിന്നെ ഇത് റസൂലുള്ളാഹിയുടെ കാലശേഷം ആണിത് പറയുന്നത്. യർമൂക്ക് യുദ്ധത്തിലാണ് ഇത് പറയുന്നത്. റസൂലുള്ളാഹിയുടെ കാലശേഷം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുടിക്ക് പ്രത്യേകതയില്ലെന്ന് പറഞ്ഞ വഹാബി ആശയം, അത് ഒരു സുന്നി യോജന സംഘത്തിന്റെ പ്രസിഡന്റിൽ നിന്ന് വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശാര മുബാറക്കിന് പ്രത്യേകത ഇല്ലാഞ്ഞിട്ടാണോ അത് മുക്കിയ വെള്ളം ഉമ്മ മരിക്കുന്ന സമയത്ത് കൊടുത്തത് മൊയ്ലിയാരെ? പ്രത്യേകത ഇല്ലാന്നാണോ അതിന്റെ അർത്ഥം? അത് മുക്കിയ വെള്ളം തന്നെ വഫാത്തിന്റെ സമയത്ത് സ്വന്തം മാതാവിന് കൊടുത്ത പ്രത്യേകത ഇല്ലാന്ന് പറഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് അതിന് പ്രത്യേകതയുണ്ട് മൊയ്ലിയാരെ, അത് വിശ്വസിക്കുന്നു. പക്ഷേ മുഅ്ജിസത്ത് ഉണ്ട് എന്നല്ല, കറാമത്ത് ഉണ്ട്, അതിന് ബർക്കത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ബർക്കത്തെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മുഅ്ജിസത്താന്ന് മനസ്സിലാക്കി, അവിടെയാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. ഞാൻ മൈക്ക് വിടുന്നു. തങ്ങൾ അവർ വീണ്ടും മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹിയുടെ മുടിയുടെ പ്രത്യേകത പറഞ്ഞപ്പോഴല്ലേ അങ്ങനെ പ്രത്യേകതയില്ല, അങ്ങനെ ഒന്നുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? ഒന്നുമില്ലെന്ന് പറഞ്ഞത് പ്രത്യേകതയെ നമുക്ക് പറഞ്ഞപ്പോഴല്ലോ. പടച്ചോനെ, എന്തൊരു നുണയാണിത്! ഇയാളാണോ ഇത്രയും വലിയ പണ്ഡിതനാന്ന് പറയുന്നത്? മുബ്തദഇന്റെയും ഖബറിന്റെയും ഇഅ്റാബ് തിരിയാത്ത മൊയ്ലിയാരെ, മുബ്തദഇന്റെയും ഖബറിന്റെയും ഇഅ്റാബ് തിരിയാത്ത മൊയ്ലിയാരെ, ഇങ്ങനെ നുണ പറയരുത്. വേദന ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്ത് വർത്താനാ പറഞ്ഞ്? ഒരു പ്രത്യേകതയും ഇല്ല എന്ന്. എങ്ങനെയാ മൊയ്ലിയാരെ ഇങ്ങനെ കളവ് പറയാൻ തോന്നുന്നത്? റബ്ബിന്റെ ദീനല്ലേ മൊയ്ലിയാരെ ഇത്? ഇങ്ങനെ ഒരാളെ പറ്റി നുണ പറയാവോ? തലയെ കെട്ടി നുണ പറയുന്നതിന് മൊത്തം ഉസ്താദുമാരെ പറയിപ്പിക്കണ കോലത്തിലായി പോകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇദാലം തസ്തഹി ഫസ്നഇ മാ ശിഅത, ഇദാലം തസ്തഹി ഫസ്നഇ മാ ശിഅത. ഒരു ഉളുപ്പും ഇല്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്തോ. അങ്ങാടി പോയി ഉടുമുണ്ട് പൊന്തിച്ചോ, അങ്ങനെയും ചെയ്യാം. ആർക്ക് തോന്നിയത്. പിന്നെ ഉളുപ്പില്ലാത്ത ആളുകൾക്ക് ശരിക്കും ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇത് ഞാൻ പറഞ്ഞല്ല. ഇദാലം തസ്തഹി, ഉളുപ്പില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ. എന്ത് വൃത്തികേടും ചെയ്യാം. ആ ഒതിന് സമാനമാണ് ഉസ്താദിന് അവർ ഇങ്ങനെ മോശാക്കുക എന്നുള്ളത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. അല്ലാഹു തആല എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ. സത്യത്തിൽ ഇത് വല്ലാത്ത വേദനയുള്ള വിഷയമാണ്. കാരണം ഉസ്താദ് ജീവിതത്തിൽ പറയാത്ത വാക്ക്, ഉസ്താദ് ജീവിതത്തിൽ ചിന്തിക്കാത്ത വാക്ക്, ഉസ്താദിനെ കുറിച്ച് ഉസ്താദിൻ്റെതല്ലാത്ത വാക്കുകളെ കൊണ്ട് പറയാന്ന് പറഞ്ഞാൽ എത്ര കാപട്യമാണിത്, ഇല്ലേ? ഷിയാക്കൾ ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതങ്ങ് ആലോചിക്കണ്ടേ. ഷിയാക്കൾ പോലും ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അത്രയും വളരെ മോശം. അതാ ഞാൻ പറഞ്ഞത്, ഈ മൊയ്ലിയാർ അവസ്ഥ. ഈ ആള് എന്നിട്ട് പിന്നെയും ഞങ്ങളെ ഷെയ്ഖാന്നും പറഞ്ഞ് കൊണ്ടുനടക്കണേലേ നിങ്ങൾക്ക് മോശമില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് മാനക്കേടില്ലേ സുഹൃത്തുക്കളെ? ഇങ്ങനെ പച്ച നുണ പറയുന്ന ഒരു വ്യക്തിയെ ക്ലാസ് റൂമിന്റെ അധിപനായും തലവനായും കൊണ്ടുനടക്കാൻ ഉടുപ്പില്ലേ നിങ്ങൾക്ക്? ചിന്തിച്ചു നോക്കിക്കൂടെ നിങ്ങൾക്ക്? എന്ത് നുണയാണിത്? അല്ലാഹു തആല കാക്കട്ടെ. എന്നിട്ട് മൈക്കെടുത്തിട്ട് പറയാ, ഈ ഉസ്താദ് ആരാ നിങ്ങൾക്കറിയില്ല,
വലിയ കാര്യപ്പെട്ട വമ്പനാണ്. ഏത് കൊല കൊമ്പനാണെങ്കിലും ശരി നിലക്ക് നിർത്തും. അള്ളാന്റെ തൗഫീഖോട് കൂടെ മനസ്സിലാക്കിക്കോ. വമ്പനല്ലേ നിങ്ങളായിട്ടുള്ളൂ, കൊമ്പനായാലും ശരി നിലക്ക് നിർത്തും. അള്ളാഹു താല ഖൈറ് ചെയ്യട്ടെ. തങ്ങൾ മൈക്കിലേക്ക് വന്നോളി. അസ്സലാമു അലൈക്കും. മുടി കത്തില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴല്ലേ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല, അയാൾക്കുന്നോട് ഞാൻ യോജിക്കുന്നില്ല. ഫാസ്റ്റിന്റെ അതൊന്നും നിലനിൽക്കില്ല, മോചിത്വം നിലനിൽക്കില്ല. ഖുർആൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്താ എന്നിട്ട് ഉളുപ്പില്ലല്ലോ സുന്നി പറഞ്ഞു നടക്കാൻ ഇയാൾക്ക്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് സഹായിക്കുന്നു വഫാത്തിന് ശേഷം. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ബാഅ് ഔലിയാവ് അവരുടെ കയ്യാൽ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് വെളിവാകുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചത് മറന്നുപോയതോ മാറ്റിവെച്ചതോ? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മുടങ്ങാതിരിക്കാൻ വേണ്ടി അത് മറച്ചുവെച്ചതോ? നിങ്ങൾ ഇമാം നൈസാബൂരി അവരുടെ തഫ്സീറിൽ അയ്യുക്കും തഅ്തീനി ബി അർശിഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞുകൊണ്ട് പറയുന്നു, വകറാമാത്തുൽ ഔലിയാഇ, ഔലിയാഇന്റെ കറാമാത്തുകൾ മിൻ ഖുവ്വത്തി ഇഅ്ജാദിൽ അംബിയാഇ, മിൻ ഖുവ്വത്തി ഇഅ്ജാദിൽ അംബിയാഇ, അംബിയാഇന്റെ ഇഅ്ജാദിന്റെ ഖുവ്വത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത്. രണ്ട് രൂപത്തിൽ എന്ന് വ്യാഖ്യാനിക്കാം. ഏത് രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും കറാമാത്തുൽ ഔലിയാഅ് മുഅ്ജിസത്തിന്റെ ഒരു ഭാഗമായി വരുന്നു. പ്രത്യേകിച്ച് അത് ഈ റസൂലിന്റെ ഈ നബിയുടെ മഹത്വത്തെയും അവരുടെ ദഅവത്തിനെയും അവരുടെ സിദ്ഖിനെയും സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കും. അല്ല, അതെനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അംബിയാവിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമാണോ ഔലിയാവിന്റെ കറാമത്ത് അഥവാ നുബുവത്തിന്റെ വാദം? എന്താ മൗലവി പറയണത്? അംബിയാവിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് ഏത്? ഔലിയാവിന്റെ കറാമത്ത് എന്നാണോ? മീൻസ് നുബുവത്തിന്റെ വാദം എന്നാണോ? നുബുവത്തിന്റെ ഭാഗം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് മൗലവി? അവിടെ അതല്ല. ഇമാം നൈസാബൂരി റഹിമഹുല്ല പറഞ്ഞത് അംബിയ ഇന്ന് മുഅ്ജിസത്ത് ഉണ്ടാകുന്നത് പോലെ ഔലിയ ഇന്ന് കറാമത്തും ഉണ്ടാകും. മനസ്സിലായില്ലേ? അംബിയ ഇന്ന് മുഅ്ജിസത്ത് ഉണ്ടാകുന്നത് പോലെ ഔലിയ ഇന്ന് കറാമത്തും ഉണ്ടാകും എന്നാണ് പറഞ്ഞതിനുള്ള വായനയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ അംബിയാന്റെ നുബുവത്തിന്റെ ഭാഗാണ് എന്ത് ഔലിയാന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ദീനെന്ന് പുറത്തേക്ക് ചാടിപ്പോണ വാദമല്ല സഹോദര. അത് വൃത്തികേട് പറയണോ? കിതാബൂദിന്റെ കോല അക്കാണ്. ആയിക്കോട്ടെ, തങ്ങൾ ഇനി മൈക്കിലേക്ക് വന്നോളി. വിധത്തിൽ ആകുമ്പോൾ ആ എത്തിബാറിൽ അതൊക്കെ മുഅ്ജിസത്താകുന്നു എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നു. ഇമാം നൈസാബൂരി പറഞ്ഞത് അതിലേക്ക് സൂചിപ്പിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറയുന്നു, തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ പറയാൻ സുദീർഘമായ ചർച്ച ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസാത്തുൻ വാഹിറാത്തുൻ വഅയാമുൻ മുതവാഹിറാത്തുൻ തബ്ലുഗു ഉലൂഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് മുഅ്ജിസാത്തുകളുണ്ട്. ലിറസൂലില്ലാഹി റസൂലുള്ളാഹി ഒരുപാട് മുഅ്ജിസാത്തുകളുണ്ട്. ആയിരക്കണക്കിന്, ആയിരങ്ങൾ എത്തുന്നു എന്നാണ്. ആയിരക്കണക്കിന് മുഅ്ജിസാത്തുകളുണ്ട്. അതൊക്കെ അറിയപ്പെട്ടതാണ്. എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാ, കുറച്ചിപ്പുറത്ത് പറയാണ് പല മറ്റുള്ള മുഅ്ജിസത്തുകൾ, ഇതല്ലാത്ത ഒരു ഖുർആനില്ലാത്ത മറ്റു മുഅ്ജിസത്തുകൾ അബദൻ, അതൊരിക്കലും തന്നെ കിട്ടാക്കാൻ പറ്റില്ല. ഖുർആനില്ലാത്ത മറ്റു മുഅ്ജിസത്തുകൾ അതിനെ കണക്കാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വളരെ അധികമുണ്ട്. പോരാത്തത്
അത് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും ചെയ്യുന്നു. ഇതിനെ വ്യാഖ്യാനിക്കാൻ നടത്തുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. മുത്തജദ്ദിദത്തും ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. മുഅ്ജിസത്ത് ഇമാം നവവിയാണോ ഈ പറയുന്നത്. മുത്തജദ്ദിദത്തും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുത്തസായിദത്തും അധികരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുമ്പ് സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് സംഭവിച്ചത് പറഞ്ഞു. ആ ജീവിതകാലത്ത് സംഭവിച്ചതിൽ നിന്ന് റസൂലുള്ളാഹിയുടെ വഫാത്തിന് മുന്നേ കഴിഞ്ഞ ചിലതുണ്ട്, ഉണ്ടായി അതിന്റെ അസറുകളും കഴിഞ്ഞതുണ്ട് അത് പറഞ്ഞു. പിന്നെ നിലനിന്നതുണ്ട് അത് പറഞ്ഞു. പിന്നീട് അതിൽപ്പെട്ടതാണ് വൈബ് കൊണ്ട് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് മൂപ്പരൊരു പോയിന്റ് പറഞ്ഞു കേട്ടില്ല നിങ്ങള്. മിനിറ്റ്, ഞാൻ ആ സാധനങ്ങൾ എന്താ മൂപ്പര് പറഞ്ഞ പോയിന്റ്? ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? മുഅ്ജിസത്തുകളെ മുഅ്ജിച്ചു കൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ടു എന്നാണ് മൊയ്ലിയാർ പറഞ്ഞത്. കേട്ടോളി. ഇനിയിപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ് മൊയ്ലിയാർ പറഞ്ഞത്, ബാക്കി ഭാഗം അവിടെ കട്ടി വെച്ചിട്ടുണ്ട്. കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. അമ്മൽ മുഅ്ജിസാത്തു, അപ്പോൾ മുഅ്ജിസത്തുകള് ഖുർആൻ അല്ലാത്ത ഫലാ യുംകിനു ഹസ്റുഹാ അബദാ, റസൂലുള്ളാഹിൽ നിന്ന് ഒരുപാട് സംഭവിച്ചതാണ്. അതെന്ത് ചെയ്യാൻ പറ്റൂല, ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. ലിഅന്നഹാ, കാരണം കസീറത്തുൻ ജിദ്ദ, അത് അനവധിയുണ്ട്. വമുതജദ്ദിദത്തുൻ, അതെന്നും പുതുമയെ തേടുന്നതാണ്. തജദ്ദദ ഫീലിട്ടാ, ശരിക്കും ശ്രദ്ധിച്ചോളി. വമുതസായിദത്തുൻ, അതെന്നും അധികരിക്കുന്നതാണ്. വലാകിൻ അദ്കുറു മിൻഹാ അംസില, അതിൽ നിന്ന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ ചില ഉദാഹരണങ്ങൾ കൊണ്ടുവരികയാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഇതിങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചും കൂടി താഴത്തേക്ക് പോയിട്ട് മഹാനവർകൾ പറയാണ്, തതമയ്യസുൽ മുഅ്ജിസത്തു ബിൽ കറാമത്തി ബിത്തഹദ്ദി. മൗലിയാരെ അതുകൂടി നോക്കേണ്ടി വരും. മുഅ്ജിസത്ത് കറാമത്തുകളെ കൊണ്ട്, കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം ഒരു നിഷേധിയുടെ മുമ്പിൽ വെളിവാക്കുമ്പോഴാണ് മുഅ്ജിസത്ത് പ്രത്യേകമാകുന്നത്. മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം മഹാനവകൾ തൊട്ടതായി തന്നെ കുറച്ചും കൂടി പോയിട്ട് പറയാണ്. എന്ത്? തതമയ്യസുൽ മുഅ്ജിസത്തു, മുഅ്ജിസത്ത് കറാമത്തിൽ നിന്ന് വ്യതിരിക്തമാകുന്നത് ബിത്തഹദ്ദി, തഹദ്ദി കൊണ്ടാണ്. അഥവാ ഒരു വിമർശകന്റെ വിമർശനത്തെ വായടപ്പിക്കാൻ വേണ്ടിയാണ് മുഅ്ജിസത്ത് ഉണ്ടാവുക. പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞാൻ നേരത്തെ ഇവിടെ മഹാനവകൾ പറഞ്ഞ മുഅ്ജിസത്ത്, മുതജദ്ദിദത്ത്, മുതസായിദത്ത് എന്നൊക്കെ പറഞ്ഞത് കറാമത്തിനെ കൊണ്ടാണ്, കറാമത്തിനെ കുറിച്ചാണ് പണ്ഡിതന്മാര് മുഅ്ജിസത്ത് എന്ന് ചില സ്ഥലങ്ങളിൽ ചിലര് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് ഉദ്ധരണി. മനസ്സിലായില്ലേ? നേരത്തെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാന്റെ ഉദ്ധരണി എന്താണ്? ആ മുതജദ്ദിദത്ത് മുതസായിദത്ത് എന്ന് പറഞ്ഞ ഉദ്ധരണി മുഅ്ജിസത്ത് എന്ന പദപ്രയോഗം വന്നത് അത് കറാമത്തിനെ കുറിച്ചാണ്. അത് എവിടുന്ന് മനസ്സിലാക്കണം? താഴെ മഹാനവർകൾ പറയുന്നുണ്ട്, തതമയ്യസുൽ മുഅ്ജിസത്തു ബിൽ കറാമത്തി ബിത്തഹദ്ദി, കറാമത്തും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തഹദ്ദി കൊണ്ടാണ് ഫർക്ക് ചെയ്യപ്പെടേണ്ടത്. ഞാൻ മേലെ കുറെ എടുത്ത് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുഅ്ജിസത്ത് എന്നാൽ ഇന്നതാണ്, കറാമത്ത് എന്നാൽ ഇന്നതാണ്. അതിനുശേഷം മഹാനവർകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ എന്താണ്? കറാമത്തിന്റെ വായനാക്കുള്ള മുഅ്ജിസത്താണ്. പിന്നെ അത് പണ്ഡിതന്മാരൊക്കെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഹനഫി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ റദ്ദിൽ പറയുന്നത് കാണാം. എന്ത്? തസാമുഹിന്റെ ബാബിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇമാം നവവി തങ്ങള് തസാമുഹിന്റെ ബാബിൽ ഉപയോഗിച്ചതാണ് മൊയ്ലാരെ ഏത് മുഅ്ജിസത്ത് എന്ന പ്രയോഗം. അല്ലാതെ അത് എന്തിന്റെ ബാബിലല്ല,
അത് എന്തിന്റെ ബാബിലല്ല, തനാസുഇന്റെ ബാബിൽ രേഖയായി പറയാൻ പറ്റിയതല്ല. അങ്ങനെ പണ്ഡിതന്മാരിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാരിൽ പലരും ഈ കറാമത്തിന് മുഅ്ജിസത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇനി ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി നമ്മൾ പറയാറുണ്ട് എന്ത്, സംസം, മാഉ സംസം. അല്ലേ? മാഉ സംസം ആരുടേതാണ്? ആരുടെ മുഅ്ജിസത്തായിട്ടാണ് നമ്മൾ പറയാറുള്ളത്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായിട്ട് പറയാറുണ്ട്. എന്നാൽ കുട്ടിയായിരുന്നില്ലേ അന്ന്? ഇസ്മായിൽ അന്ന് നബിയായിരുന്നോ? അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നബിയായിരുന്നോ? അല്ല, ചെറിയ മോനായിരുന്നില്ലേ? പക്ഷേ അന്നും മഹാനവർകൾക്ക് പ്രത്യേകമായ ഈ സംഭവമുണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് മുഅ്ജിസത്ത് എന്നാ? അല്ല, സാങ്കേതിക ഭാഷയിൽ അതിന്റെ പേര് മുഅ്ജിസത്ത് എന്നല്ല. കാരണം എന്താ, അത് അമ്പിയാക്കൾക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇസ്മായിൽ അന്ന് നബിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടായതിന് സാങ്കേതിക ഭാഷയിൽ കറാമത്ത് എന്നേ പറയാൻ കഴിയൂ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇസ്മായിൽ നബിന്റെ മുഅ്ജിസത്ത് എന്ന് നമ്മൾ പറയുന്നത് മിൻ ബാബി തസാമുഹി, അത് തസാമുഹിന്റെ ബാബിലുള്ള പ്രയോഗമാണ്. അത് തനാസുഇന്റെ ബാബിൽ രേഖയാക്കാൻ പറ്റൂല മൗലിയാരെ. ആർക്ക് തസാമുഹ്, ആർക്ക് തനാസു? ഇയാൾക്കെന്ത് തനാസും ഇയാൾക്കെന്ത് തസാമുഹാണ്? ഇയാൾ എവിടുന്നൊക്കെ എന്തൊക്കെയൊന്ന് കണ്ടു. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറു കൊടുത്ത് നടക്കുക. അതാപ്പൊ ഉണ്ടായത്. അള്ളാഹ് കാക്കട്ടെ, നമുക്ക് അത്രേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്നെ ബഹുമാനപ്പെട്ടവര് മുഅ്ജിസത്ത് കറാമത്ത് എന്ന അടിസ്ഥാനത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് എന്നതിന് രേഖ മഹാനവർകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. തതമയ്യസുൽ മുഅ്ജിസത്തു ബിൽ കറാമത്തി ബിത്തഹദ്ദി, മഹാനവർകൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല സുവിശേഷങ്ങളും നൽകിയതും പല മുന്നറിയിപ്പുകളും നൽകിയതും അതൊക്കെ പറഞ്ഞു. അതിലേക്കൊക്കെ ഇശാറത്ത് ചെയ്തിട്ട് പിന്നെ എന്നൊക്കെ തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിസ്റ, കൈസർ തുടങ്ങിയുള്ളവരുടെ ആ രാജ്യങ്ങളൊക്കെ പരിശുദ്ധ കീഴിലേക്ക് വരും എന്ന് തുടങ്ങി പറഞ്ഞ ആ സംഭവങ്ങൾ വരാനിരിക്കുന്ന പിന്നെയും മുഅ്ജിസത്തായി നിലനിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവര് വിവരിക്കുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ ഇബ്നു സലാഹ് അവർ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതായി മുഹമ്മദ് ഇബ്നു യൂസുഫ് സാലിഹ് ഷാമി മഹാനവർകൾ പറയുന്നു. അദ്ദേഹം പറയാണ്, ഇതുപോലെ ഫലം തസൽ ഈ മുഅ്ജിസത്തുകൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ കാലശേഷം പുതുങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പലതും പുതുതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാലങ്ങൾക്കനുസരിച്ച്, കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ നുബുവത്ത് ഖിയാമത്ത് നാൾ വരെയുള്ളതാണ്. റസൂലുള്ളാഹി നബിയാണെന്ന വാദം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വദാലിക അന്ന കറാമാത്തിൽ ഔലിയായി മിൻ ഉമ്മത്തിഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല എവിടെയാ പറഞ്ഞത് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും, മൂപ്പര് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും ഇതെവിടെയാ പറഞ്ഞത്. അത് സുബുലുൽ ഹുദാ വർ റഷാദ് അസ്വാലിഹു ഷാമി റഹിമഹുല്ല അതിന്റെ 9-ാം വാള്യം 409-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താ അറിയോ മൊയ്ലിയാര് മനസ്സിലാക്കി, അതും സാങ്കേതികാർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാ. അല്ല, കേട്ടോളി. തംബീഹാത്തുൽ അവ്വൽ ഖാല ഇബ്നു സ്വലാഹ് റഹിമഹുല്ല ഫീ ഫതാവൈഹി
انتدب بعض العلماء لاستقصاء معجزاته صلى الله عليه وسلم فجمع منها 1000 معجزة فعددناه مقصرا. അങ്ങനെ നീട്ടിക്കൊണ്ടുവരാണ്. ബഹുമാനപ്പെട്ടവർ നീട്ടി പറഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞത് ലം തസൽ തതജദ്ദദു ബഅദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തഅഖുബിൽ ഉസൂരി വതതലാഹുൽ കറാമാത്തിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി വഇജാബാത്തിൽ മുതവസ്സിലീന ബിഹി ഫീ ഹർബിഹിം വമഊനാതിഹിം. അങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ശരിക്കും ശ്രദ്ധിക്കണേ, പുതുങ്ങിക്കൊണ്ടേയിരിക്കും. ഈ മുഅ്ജിസത്ത് മൂപ്പരെന്ന് പറയാണ് ആ പേജിൽ തന്നെ, അമ്മൽ മുഅ്ജിസത്തു ഫതംതാസു അനിൽ കറാമാ ബിത്തഹദ്ദീ. ഞാനിവിടെ മുഅ്ജിസത്ത് എന്ന പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് കറാമത്തിന്റെ മാനാക്കാണ്. കാരണം മുഅ്ജിസത്ത് കറാമത്തിനെ തൊട്ട് വേർതിരിയുന്നത് ശത്രു, ശരിക്കും ശ്രദ്ധിക്കണേ, ശത്രുവിന്റെ എതിരാളിയുടെ, ശരിക്കും ശ്രദ്ധിക്കണം, ശത്രു അവന്റെ എതിരാളിയുടെ എതിർപ്പിനെ പരാജയപ്പെടുത്താൻ വേണ്ടി റബ്ബ് നൽകുമ്പോഴാണ് അതിന് മുഅ്ജിസത്ത് എന്ന് പറയുക. അല്ലാത്തതൊക്കെ ഞാൻ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത് കറാമത്തിന്റെ മയനാക്ക് ആണ്. അണ്ടാ അവിടെ തന്നെ മഹാനവകൾ പറയാ ഫതംതാസുൽ കറാമ ഫതംതാസു അനിൽ കറാമത്തി ബിത്തഹദ്ദി അമ്മൽ മുഅ്ജിസത്തു അനിൽ ഫതംതാസു അനിൽ കറാമ ബിത്തഹദ്ദി. അണ്ടാ അത് മൂപ്പര് കട്ടിവെച്ചതാണ്. ആ ഭാഗം നേരത്തെ ബഹുമാനപ്പെട്ട നബവി ഇമാമിന്റെ ഭാഗം കട്ടതുപോലെ തന്നെ ഈ ഭാഗവും കട്ടിവെച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മുഅ്ജിസത്ത് എന്നത് പറഞ്ഞ വാക്കുകൾ മുഴുവനും കറാമത്തിന്റെ മാനാക്ക് ആണ്. കാരണം എന്തുകൊണ്ട്? മുഅ്ജിസത്ത് കറാമത്തിന്റെ ഇടയിൽ നിങ്ങൾ വേർതിരിക്കണം, അത് തഹദ്ദി കൊണ്ട് വേർതിരിക്കണമെന്ന് മഹാനവർകൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് മൊയ്ലാരി സൗകര്യപൂർവ്വമായിട്ട് കട്ടു. കാരണം എന്താ? അങ്ങനെ പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? അപ്പൊ നേരത്തെ പറഞ്ഞ തഹദ്ദി ഇല്ലാലോ, നേരത്തെ പറഞ്ഞെടുത്ത് തഹദ്ദി ഇല്ലാലോ. ഇങ്ങനെ തതജദ്ദദു എന്ന് പറഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്തും അതെന്തില്ല, തഹദ്ദി ഇല്ലല്ലോ. അഥവാ ഒരു ഇൻകാറുൽ മുൻകിർ, എതിരാളിയുടെ എതിർപ്പിന്റെ വിഷയം അവിടെ വരുന്നില്ലല്ലോ. അതിനൊന്നും മുഅ്ജിസത്ത് എന്ന് പറയൂല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തൊട്ട് താഴെ തന്നെ ഫതംതാസു അനിൽ കറാമ ബിത്തഹദ്ദി എന്ന് കൊണ്ടുവന്നത്. പക്ഷെ അത് മൊയ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല. മൊയ്ലിയാർ ആരോ എഴുതി കൊടുത്തതായിരിക്കുവേ. ഞാൻ മനസ്സിലാക്കണ അതാണ്, ആരോ എഴുതി കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട സാലിഹ് ഷാമി റളിയല്ലാഹു തആല അൻഹു സുബുലുൽ ഹുദാ വർ റഷാദിൽ പറഞ്ഞ ഈ ഉദ്ധരണി, ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് തങ്ങളുടെ ഉദ്ധരണി ആരോ എവിടുന്നോ എഴുതി കൊടുത്തതോ അതോ ഏതോ സൈറ്റിന്റെ കഷ്ണത്തിൽ നിന്ന് കിട്ടിയതൊറ്റാണ്. അല്ലാതെ ഇത് കിതാബ് നോക്കിയിട്ടാണെങ്കിൽ അതിനുശേഷമുള്ള അതേ പാരഗ്രാഫിൽ തൊട്ട് ശേഷം പറയുന്ന കാര്യം എങ്ങനെ കാണാണ്ടാവല്? അത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചു, അല്ലെങ്കിൽ മൂപ്പര് കണ്ടില്ല, അല്ലെങ്കിൽ മൂപ്പർക്ക് ആരോ എഴുതി കൊടുത്തു, അവര് സൗകര്യപൂർവ്വം മറച്ചു വെച്ചു. അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും മൊയ്ലിയാരെ ഒരു ഉദ്ധരണിയൊക്കെ ആവുമ്പോൾ അതൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ളായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് വേണം പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. തങ്ങളെ അത് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഭാഗം കഴിഞ്ഞതാ? 4-ാം ഭാഗം കഴിഞ്ഞതാണോ? ഞാനും തന്നെ ക്ഷീണിതനാണ്. ഓക്കെ, എങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇനി വേണമെങ്കിൽ പിന്നൊരു സമയത്താക്കാം. ഈ ഭാഗം തന്നെയാണ് കാര്യമായിട്ടുള്ളൂ, ഈ ഭാഗം തന്നെയാണ് കാര്യമായിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ 5-ാം ഭാഗം തങ്ങളൊന്ന് കേട്ടിട്ട് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കി. 5-ാമത്തെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇതുവരെ ഇത് 1, 2, 3 ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കേട്ടതല്ല. കാരണം എനിക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. നാളെ ഒന്ന് കേട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്താ കാര്യമുള്ള ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് സംവദിക്കുകയും ചെയ്യാം. അല്ലാഹു തആല ഖൈറു പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തായാലും നമുക്ക് ഇതിന്റെ അടിക്കുറിപ്പ് കൊടുക്കാനുള്ളത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്, അത് പരിശുദ്ധ ഖുർആൻ മാത്രമേ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ. അല്ലാതെ റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്ത കറാമത്തുകൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതിന് വിരോധമില്ല, ഉണ്ടാകുന്നതിന് വിരോധമില്ല, പുതുതാകുന്നതിന് വിരോധമില്ല. പക്ഷേ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് എന്തുമാത്രമാണ്? പരിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദ് പറഞ്ഞത്. എന്നാൽ എ പി ഉസ്താദ് പറഞ്ഞത് തിരുശഅറ മുബാറക്ക് കത്തില്ല എന്ന് പറഞ്ഞത് അത് അതിനുള്ള കറാമത്താണ്, മുഅ്ജിസത്ത് അല്ല. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതിന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വാക്ക് ഒരിക്കലും എതിരല്ല. വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചോദ്യകർത്താക്കൾ ഉണ്ടെങ്കിൽ
മൈക്കിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.